Thank you everyone for joining in this live. Thank you for watching me. ജീവിതത്തിൽ വിലയേറിയത് എന്താണ്? ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് അപ്പോസ്തലനായ പരിശുദ്ധ പത്രോസിന്റെ ലേഖനങ്ങളിൽ നിന്നാണ്. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ വിലയേറിയത് എന്താണ് എന്ന് നമ്മൾ പരിശോധിക്കുകയാണ്. പരിശുദ്ധ പത്രോസ് ശ്ലീഹ ജീവിതത്തിൽ വിലയേറിയവ ഏതൊക്കെയാണ് എന്ന് തന്റെ ലേഖനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. നമ്മുടെയൊക്കെ ജീവിതത്തിലെ പലപ്പോഴും പ്രയോറിറ്റീസ് ഉണ്ട്, മുൻഗണനകൾ. ഈ മുൻഗണനകൾ വരുന്നത് നമ്മള് കൽപ്പിക്കുന്ന മൂല്യത്തിനനുസരിച്ചാണ്. ഇവിടെ വിലയും മൂല്യവും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. വിലയുള്ളതിന് മൂല്യമുണ്ടാകണം എന്ന് നിർബന്ധമില്ല, ചിലപ്പോൾ ഉണ്ടാവും. എന്നാൽ മൂല്യം ഉള്ളതിന് മാർക്കറ്റ് വില ഉണ്ടാകണമെന്നും നിർബന്ധമില്ല. നമ്മുടെ ജീവിതത്തിലെ മൂല്യം, വില, ഇവയെക്കുറിച്ചുള്ള ഒരു ബോധ്യത്തെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. പ്രൈസസ് ആൻഡ് വാല്യൂസ്, ഇത് ചിലപ്പോൾ ഒത്തുപോകും, പക്ഷെ എല്ലായ്പ്പോഴും ഒത്തുപോകണമെന്നില്ല. അപ്പം വില എന്താണ്, മൂല്യം എന്താണ് എന്ന് തിരിച്ചറിയുക. പലപ്പോഴും മൂല്യം കുറഞ്ഞതിനാണ് നാം വളരെ വില കൊടുക്കാറുണ്ട്. മൂല്യമുള്ളതിന് വില കൊടുക്കുന്നതാണ് യഥാർത്ഥ കാഴ്ചപ്പാട്. അപ്പൊ നമ്മൾ പത്രോസ് ശ്ലീഹയുടെ അഭിപ്രായങ്ങളിലേക്ക് പോവാണ്. ഒന്നാമതായിട്ട് പത്രോസ് അപ്പോസ്തലന്റെ ഒന്നാമത്തെ ലേഖനം 1 പത്രോസ്, അതിന്റെ 1-ാമത്തെ അധ്യായം, 1 പത്രോസ് 1-ാം അധ്യായം അതിന്റെ 7-ാമത്തെ വാക്യം. 1 പത്രോസ് 1-ാം അധ്യായം അതിന്റെ 7-ാമത്തെ വാക്യം. അവിടെ നമ്മൾ വിലയേറിയത് ഒന്നിനെ കാണുകയാണ്. അവിടെ വിലയേറിയത് നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധനയാണ്. നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന വിലയേറിയത്. Trial of your faith is very precious. That the trial of your faith, being much more precious than of gold that perishes, though it be tried with the fire, might be found into praise and honor and glory at the appearing of Jesus Christ. അഴിഞ്ഞു പോകുന്നതും തീയിൽ ശോധന കഴിക്കുന്നതുമായ പൊന്നിനേക്കാൾ നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന വിലയേറിയത് എന്ന് യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ പുകഴ്ചയ്ക്കും തേജസ്സിനും മാനത്തിനുമായി കാണാൻ അങ്ങനെ ഇടവരും.
നമ്മൾ ട്രയൽ ഓഫ് ഫെയ്ത്ത് ഈസ് വെരി പ്രഷ്യസ്. നമുക്ക് ചിന്തിക്കാൻ കഴിയത്തില്ല. നമ്മൾ വിലയേറിയ നിമിഷങ്ങൾ എന്താണ്? ജീവിതത്തിന്റെ വിലയേറിയ നിമിഷങ്ങൾ. ഇന്നലെ ഗ്ലോറിയസ് ഗോസ്പലിന്റെ ഒരു സഹകാരിയായിരിക്കുന്ന ജസ്ലിന്റെ വിവാഹമായിരുന്നു. നമ്മുടെ ബിന്നിയും ഈ സ്പീക്കർ പാനലിൽ ഇരിക്കുന്ന അനിമോൻ തങ്കച്ചനും നമ്മുടെ അലക്സാണ്ടർ മാത്യു, ജോർജ് പാലക്കാട്, കല്യാണം കൂടാൻ വേണ്ടി തന്നെ കാലിഫോർണിയയിൽ നമ്മുടെ ജോസച്ചായൻ പോയി, ദുബായിൽ നിന്ന് ബെന്നി ജോർജ് പോയി, പല സ്ഥലങ്ങളിൽ നിന്നും നമ്മുടെ പല ഗ്ലോറിയസ് വക്താക്കൾ വിവാഹത്തിൽ പങ്കെടുത്തു. അവരൊക്കെ അതൊരു പ്രഷ്യസ് മോമെന്റ് ആയിട്ടാണ് കാണുന്നത്. നിശ്ചയമായിട്ടും അത് എല്ലാവർക്കും വിവാഹം അങ്ങനെയൊക്കെ ഉള്ളത്. പക്ഷേ which one is the most precious thing? വിശ്വാസത്തിന്റെ പരിശോധനയാണ് പൊന്നിനേക്കാൾ വിലയേറിയത്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ കൈവശം പൊന്നിനേക്കാൾ വിലയുള്ള എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ, ഈ ബിന്നി ജോണിന് ഒരുപാട് ഷെയറുകളുണ്ട്. പുള്ളി എപ്പോഴും പറയുന്നത് ആ ഷെയർ ഉണ്ട്, ഈ ഷെയർ ഉണ്ട്, പിന്നെ എന്തൊക്കെ ബിറ്റ് കോയിനോ ഒക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെയാണ് വിലയേറിയതെന്ന് പറയും. എന്താണ് പൊന്നിനേക്കാൾ വിലയേറിയത്? സോറി, ബിന്നിക്ക് ബിറ്റ് കോയിൻ ഇല്ല, നമ്മുടെ വിശാൽ ചെറിയാനൊക്കെയാണ് ബിറ്റ് കോയിനൊക്കെ. ഓക്കെ, അപ്പൊ ഈ പൊന്നിനേക്കാൾ വിലയേറിയത് വിശ്വാസത്തിന്റെ പരിശോധനയാണ് പൊന്നിനേക്കാൾ വിലയേറിയത്. നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും നിങ്ങളുടെ വിശ്വാസ സംബന്ധമായി നിങ്ങൾക്കൊരു പരീക്ഷ നേരിട്ടിട്ടുണ്ടോ? നമ്മുടെ ജീവിതത്തിൽ വരുന്ന കഷ്ടതകളെ കുറിച്ചല്ല ഞാനീ പറയുന്നത്. ജീവിതത്തിലെ ട്രയൽ, കഷ്ടതകൾ, ഹാർഡ്ഷിപ്സ്, സഫറിങ്സ്, അഫ്ലിക്ഷൻസ്, ഇതൊക്കെ ജീവിതത്തിൽ എല്ലാ മനുഷ്യർക്കും വരുന്ന. പക്ഷേ വിശ്വാസ സംബന്ധമായ ഒരു പരീക്ഷ, നിങ്ങൾ വിശ്വസിക്കുന്നതിനെ പരീക്ഷിക്കപ്പെട്ടു, നിങ്ങളുടെ വിശ്വാസം വെല്ലുവിളിക്കപ്പെട്ടു, നിങ്ങളുടെ വിശ്വാസം ചാലഞ്ച് ചെയ്യപ്പെട്ടു, അങ്ങനെ ഒരു അനുഭവം നിങ്ങൾക്കുണ്ട്. സത്യവിശ്വാസത്തെ മുറുകെ പിടിക്കുന്ന സുറിയാനി സഭയിലെ അംഗങ്ങൾക്കറിയാം, സുറിയാനി സഭയുടെ വിശ്വാസം ആദ്യകാലം മുതൽ വെല്ലുവിളിക്കപ്പെടുന്നതാണ്. സുറിയാനി സഭയിലെ അംഗങ്ങൾ ആദ്യകാലം മുതൽ വിശ്വാസത്തിന്റെ പരിശോധനയെ നേരിടുന്നവരാണ്. പൊന്നിനേക്കാൾ വിശേഷമായ ആ വിശ്വാസത്തിന്റെ പരിശോധന, അതായത് വിശ്വാസത്തിന്റെ ഒരു പരിശോധന ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ വിശ്വാസത്തിന്റെ ആ പരിശോധനയെ പൊന്നിനേക്കാൾ വിലയേറിയതായിട്ടാണ് പിതാക്കന്മാർ കണ്ടിട്ടുള്ളത്. അതാണ് പത്രോസ്ലീഹ രേഖപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന, നിങ്ങൾക്ക് വിശ്വാസത്തിന്റെ പരിശോധന ഉണ്ടായിട്ടുണ്ടോ? യേശു കർത്താവ് പത്രോസ്ലീഹയോട് പറയുന്നുണ്ട്, ശീമോനെ ശീമോനെ, സാത്താൻ നിന്നെ കോതമ്പ് പോലെ പാറ്റേണ്ടതിന് എന്നോട് അനുവാദം ചോദിച്ചു. അടുത്ത എന്താണെന്നറിയാവോ? പാറ്റല്ലേ പാറ്റല്ലേ എന്ന് പറഞ്ഞില്ലേ യേശു? യേശു പറഞ്ഞു, നിന്റെ വിശ്വാസം പോയി പോകാതിരിക്കാൻ. അപ്പൊ യേശു ഗ്യാരണ്ടി നൽകുന്ന എന്താണ്? നിന്റെ വിശ്വാസം പോയി പോകാതിരിക്കാൻ. ഞാൻ പ്രാർത്ഥിച്ചു. അപ്പം വിശ്വാസത്തിന്റെ പരിശോധന ഉണ്ടാവുകയാണ്. പത്രോസ് അപ്പോസ്തലന്റെ ജീവിതത്തിൽ തനിക്ക് ആ അനുഭവമുണ്ട്. സഭ വളരുന്നു, ആള് കൂടുന്നു. അപ്പോൾ മഹാപുരോഹിതന്മാരും മറ്റധികാരസ്ഥരും പത്രോസിനെയും കൂട്ടുകാരെയും വിളിച്ച് തർജ്ജനം ചെയ്യുകയും ശാസിക്കുകയും മർദ്ദിക്കുകയും ഒക്കെ ചെയ്ത് വിട്ടയക്കുന്നുണ്ട്. അപ്പൊ അവിടെ ഒരു കാര്യം പ്രത്യേകമായിട്ട്
വിശുദ്ധ ലൂക്കോസ് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. തിരുനാമത്തിന് വേണ്ടി അപമാനം സഹിക്കാൻ ഭാഗ്യം ലഭിച്ചതിനായി അവർ സന്തോഷിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്തു. വിശ്വാസത്തിന്റെ പരിശോധനയാണ്. പൗലോസ് ശ്ലീഹായെ നോക്ക്, ഈ ഫിലിപ്പി ചെല്ലുന്ന സമയത്ത് കാരാഗ്രഹത്തിലാക്കിയിരിക്കുക, കൈകാലുകൾ ആമത്തിലിട്ട് മർദ്ദിച്ച് നഗ്നനാക്കി. പക്ഷെ അർദ്ധരാത്രി ആകുമ്പോൾ ദൈവത്തെ സ്തുതിക്കുകയാണ്. എന്തിനാണ് ദൈവത്തെ സ്തുതിച്ചത്? വിശ്വാസത്തിന്റെ ഈ പരിശോധന പൊന്നിനേക്കാൾ വിലയേറിയ ഒന്ന് കയ്യിൽ കിട്ടിയിരിക്കുകയാണ്. പൊന്നിനേക്കാൾ വിലയേറിയ ഒന്ന് കയ്യിൽ വന്നതിൽ സന്തോഷിക്കുകയാണ്, റിജോയ്സ് ചെയ്യുകയാണ്. അതുകൊണ്ട് പത്രോസ് ശ്ലീഹ സഹവിശ്വാസികളെ പ്രബോധിപ്പിക്കുകയാണ്, നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന പൊന്നിനേക്കാൾ വിലയേറിയതാണ്. നമ്മുടെ പിതാക്കന്മാരെല്ലാവരും അത്തരത്തിലുള്ള പരിശോധനകളിലൂടെ കടന്നുപോയത്. വിശ്വാസം പരിശോധിക്കപ്പെട്ടു, ചലഞ്ച് ചെയ്യപ്പെട്ടു, അവരുടെ ശരീരങ്ങൾ വലിച്ചിഴക്കപ്പെട്ടു, അടിച്ച് അവശമാക്കപ്പെട്ടു, പീഡിപ്പിക്കപ്പെട്ടു, മർദ്ദിക്കപ്പെട്ടു. പക്ഷെ ഒരിക്കലും വിശ്വാസം പോയില്ല. അപ്പൊ വിശ്വാസത്തിന്റെ പരിശോധന പൊന്നിനേക്കാൾ വിലയേറിയതാണ്. അന്ത്യോക്യയുടെ പരിശുദ്ധ പിതാവായ ഇവാനിയോസ്, അദ്ദേഹത്തെ രാജ്ഞിയുടെ അഹിതത്തെ തുടർന്ന് നാട് കടത്താൻ തീരുമാനിക്കുക. പല ആലോചനകളാണ്, എങ്ങനെ ശിക്ഷിക്കണം എന്നുള്ളതാണ് ആലോചന. ഒരു മന്ത്രി പറഞ്ഞു, നാട് കടത്തിയിട്ടൊന്നും വിശേഷമില്ല, ഭൂമി മുഴുവൻ ദൈവത്തിന്റെ വകയാണെന്ന് അദ്ദേഹം പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടു. കൊന്നുകളയാമെന്ന് മറ്റൊരു മന്ത്രി പറഞ്ഞപ്പോൾ വേറൊരാൾ പറഞ്ഞു, കൊന്നിട്ടും കാര്യമില്ല, മരിക്കുന്ന എനിക്ക് ലാഭമെന്ന് പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. എങ്ങനെയാണ് തന്റെ വിശ്വാസത്തെ വെല്ലുവിളിക്കേണ്ടത്? തന്നെ പീഡിപ്പിക്കുവാൻ, തന്നെ ശിക്ഷിക്കുവാൻ ഏത് ഉപാധി അവലംബിക്കണമെന്ന് മന്ത്രിസഭ യോഗം ചേരുന്നു എന്ന് അറിഞ്ഞുകൊണ്ട് പരിശുദ്ധ പിതാവ് പാടിയ. അപ്പൊ ഇതാണ് കൺക്ലൂഷൻ. സ്വർണ്ണനാവുകാരനായ ഇവാനിയോസ് പാടുകയാണ്, നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന വിലയേറിയത്. വളരെ വിലയേറിയ പരിശോധനയാണ്. നിങ്ങളുടെ വിശ്വാസത്തെ സംബന്ധിച്ച് വിശ്വാസം ചോദ്യം ചെയ്യപ്പെടുമ്പോൾ, വിശ്വാസം പരിശോധിപ്പിക്കപ്പെടുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾക്ക് പൊന്നിനേക്കാൾ വിലയേറിയതൊന്ന് ലഭിക്കുകയാണ്. ലജ്ജിക്കേണ്ട ആവശ്യമില്ല. സത്യവിശ്വാസത്തെ മുറുകെ പിടിക്കും. യേശു കർത്താവ് വിശ്വാസത്തിന്റെ നായകനാണ്. മനസ്സിലാകുന്നു? വിശ്വാസത്തിന്റെ നായകൻ ആരാണ്? യേശു കർത്താവാണ്. ക്യാപ്റ്റൻ ഓഫ് അവർ ഫെയ്ത്ത്. തുടർന്ന് ഇങ്ങോട്ട് അപ്പോസ്തലന്മാരെല്ലാം പീഡിപ്പിക്കപ്പെട്ടു, ഉപദ്രവിക്കപ്പെട്ടു. ആ അപ്പോസ്തലിക പിന്തുടർച്ചയിൽ മുഴുവൻ പേരും ഉപദ്രവിക്കപ്പെട്ടു. പരിശുദ്ധ സഭ ഓരോ തലമുറയിലും രക്തം കൊണ്ട് കയ്യൊപ്പ് വെച്ചിട്ടാണ് മുൻപോട്ട് കടന്നു പോകുന്നത്. അല്ലെങ്കിൽ നിണമണിഞ്ഞ കാൽപ്പാടുകളിലൂടെ, തലമുറകളിലൂടെ, ചരിത്രത്തിലൂടെ, കാലത്തിലൂടെ സഞ്ചരിച്ചു പോന്ന സഭ, സഭയുടെ കാൽപ്പാടുകൾ, ചോര പുരണ്ട പാദങ്ങളെ പിന്തുടർന്ന് ചെന്നിട്ടാണ് നമ്മൾ കാൽവരിയിൽ എത്തിച്ചേരുന്നത്. ആ അവകാശവാദം അത് കൃത്യമായിട്ട് പറയുവാൻ പരിശുദ്ധ സുറിയാനി സഭയ്ക്ക് മാത്രമേ കഴിയൂ. രക്തത്താൽ കയ്യൊപ്പ് വെച്ച് നിണമണിഞ്ഞ കാൽപാദങ്ങളെ പിന്തുടർന്ന് ചെന്നാൽ നിങ്ങൾ ആ പഴയ മരക്കുരിശിന്റെ ചുവട്ടിൽ എത്തിച്ചേരും. അങ്ങനെയാണ് ചരിത്രത്തെ ട്രേസ് ബാക്ക് ചെയ്യുന്നത്. ഞാൻ ആ സത്യ സുറിയാനി സഭയുടെ കൃത്യമായി പറഞ്ഞാൽ അപ്പോസ്തലന്മാരുടെ, അപ്പോസ്തോലിക പിതാക്കന്മാരുടെ, സഭാപിതാക്കന്മാരുടെ, ചൊവ്വുള്ളതും കുറ്റമില്ലാത്തതുമായ സത്യവിശ്വാസത്തെ ഏൽപ്പിച്ച് വരമേൽപ്പിച്ചു എന്ന പിതാക്കന്മാരുടെ ആ വിശ്വാസത്തെ ഹോൾഡ് ചെയ്യുമ്പോൾ, ആ വിശ്വാസത്തെ ഉയർത്തുമ്പോൾ
ഹൈലി ഹെററ്റിക് ആയിട്ടുള്ള പെന്തക്കോസ്തർ എനിക്കെതിരെ ദൂഷണങ്ങൾ, നുണകൾ ഇതൊക്കെ പറഞ്ഞ് ഗ്രൂപ്പുകൾ ഇടുകയാണ്. ആധുനിക സാമൂഹിക മാധ്യമമായ ക്ലബ് ഹൗസിൽ മിനിഞ്ഞാന്ന് വരെ 18 ഗ്രൂപ്പുകളാണ് 3 മാസത്തിനിടെ. ഇപ്പൊ അതിന്റെ വേഗത കൂടിയിട്ടുണ്ട്. ഇന്നലെ 2 ഗ്രൂപ്പ് അവരിട്ടു, അപ്പോൾ 20 ഇന്ന് നേരം വെളുത്തപ്പം 3 ഗ്രൂപ്പ് 23. ഇപ്പൊ ഞാൻ ഈ ലൈവ് തുടങ്ങുന്നതിന് മുമ്പ് ഇപ്പൊ സഭയിലെ ലോകം എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പും കൂടെ അതിനകത്ത് വീണ്ടും വന്നിരിക്കുക. അപ്പൊ 24 ഇവിടെ കൗണ്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഗ്രൂപ്പുകളിലൊക്കെ എന്താണ് ചെയ്യുന്നത്? 6-8 മണിക്കൂർ പെന്തക്കോസ്തർ വന്നിട്ട് വ്യക്തിയാക്ഷേപം കേട്ട് സന്തോഷിക്കുകയാണ്. എത്ര ഈവിളാണ്! കാരണം സ്തേഫാനോസിനെ കല്ലെറിയുന്ന സമയത്ത് അത് കണ്ടു രസിക്കാൻ ആളുണ്ടായിരുന്നു. ഇന്നും ഈ സൗദി അറേബ്യയിൽ കല്ലെറിഞ്ഞു കൊല്ലുന്ന കാണാൻ ആള് കൂടും. ആളുകൾക്ക് ഇഷ്ടമാണ് ഒരാളെ കൊല്ലുന്ന കാണാൻ. ഇപ്പൊ അപകടങ്ങളുടെ വീഡിയോ വ്യൂസ് നോക്കിയാൽ ഒത്തിരി ആളുകൾക്ക് ഇഷ്ടമാണ്. ഇവിടെ ഞാൻ അമേരിക്കൻ റോഡുകളിൽ സ്ഥിരമായി ഡ്രൈവ് ചെയ്യുന്ന ഒരാളാണ്. ഒരു അപകടം ഉണ്ടായ ട്രാഫിക്കാണ്. എന്താ ട്രാഫിക്കിന്റെ ഒന്നും ഒരു ആവശ്യമില്ല. ഒരു അപകടം ഉണ്ടായ ഒരു ലൈനാണ് ബ്ലോക്ക് ആയിട്ടുള്ളത്. പക്ഷെ ബാക്കി ഇപ്പുറത്ത് ഇപ്പൊ 4 ലൈൻ കാണും. ഈ 4 ലൈനും ഇഴയുക. എന്താ കാര്യം നിങ്ങൾക്കറിയും? അപകടത്തിന്റെ അവിടെ വരുമ്പോൾ എല്ലാവരും ഡെഡ് സ്ലോ ആക്കാണ്. സ്ലോ ആക്കിയിട്ട് ഇങ്ങനെ എത്തി നോക്കുകയാണ്. ചോര കടപ്പുണ്ടോ, ആരാ ചത്തത്, വല്ലവർക്കും വല്ലതും പറ്റി, ഇതൊക്കെ ഇങ്ങനെ നോക്കി നോക്കി മൊത്തം ട്രാഫിക് സ്ലോ ആവുന്നു. കാരണം മറ്റൊരുത്തനെ തകർക്കുന്നത് കാണാൻ, ആക്ഷേപിക്കുന്നത് കാണാൻ വലിയ കൗതുകമാണ്. അപ്പൊ ഒരു ഈവിളാണ്. അപ്പൊ ഇവര് പറയുന്നത്, ഇന്നലെ പാസ്റ്റർ KC ചാക്കോ ഹ്യൂസ്റ്റൺ, അദ്ദേഹത്തെ എനിക്കറിയാം. ഞാൻ അദ്ദേഹത്തിന്റെ കൂടെ അദ്ദേഹത്തിന്റെ ക്ലബിൽ 8 വർഷം ഉണ്ടായിരുന്ന. അപ്പൊ അദ്ദേഹം ഇന്നലെ ക്ലബ് ഹൗസിൽ വന്നിട്ട് പറയാം, ഞാൻ നേരിട്ട് കേട്ട ഈ ശുഭ പീഡിയക്കളിന് ഒരു ദുർഭൂതം ബാധിച്ചിരിക്കും. അതുകൊണ്ടാണ് ദുരുപദേശങ്ങൾ പറയുന്നത്. എനിക്കതിനകത്ത് കുഴപ്പമൊന്നുമില്ല. എന്റെ കർത്താവായ യേശു ക്രിസ്തുവിനെ ഭൂതമാണെന്ന് പറഞ്ഞ് തിരുവെഴുത്തിലുണ്ട്. അവനൊരു ഭൂതം. എന്താണ്? യേശുവിന്റെ വാക്കുകൾക്ക് മുമ്പിൽ അവർക്ക് പിടിച്ചു നിൽപ്പാൻ കഴിഞ്ഞില്ല. അവന്റെ ജ്ഞാനത്തിന്റെ മുമ്പിൽ അവരുടെ അടിപതറിപ്പോയി. അവരുടെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ അവർ ചൂളിപ്പോയി. ഉത്തരമില്ലാതെ വരുമ്പം ഇത്തരം കാര്യങ്ങൾ പറയും. ഹല്ലേലൂയ എന്ന് പറയുന്ന കച്ചിപ്പത്രത്തിൽ 24 ലക്കങ്ങളിൽ എന്റെ പേരും പടവും വെച്ച് ഞാൻ ദുരുപദേശകനാണെന്ന് സ്ഥാപിച്ചു തെളിയിച്ച് ലേഖനം എഴുതിയ മാന്യ വ്യക്തിയാണ് അദ്ദേഹം. ഇപ്പൊ ഇവര് ഗ്രൂപ്പ് ഇട്ട് കളിക്കുകയാണ്. എന്താണ് ദുരുപദേശം എന്ന് മാത്രം ആർക്കും അറിയില്ല. ഞാൻ പറയുന്ന ദുരുപദേശമാണ് ശരി. നിങ്ങളുടെ ഉപദേശം എന്താണ്? നിങ്ങളുടെ ദൈവം ആരാണ്? ചോദിക്കാൻ തുടങ്ങിയിട്ട് വർഷം 4 വർഷങ്ങളായിട്ട് പെന്തക്കോസ്ത് ഗോളത്തിന്റെ ഇടനാഴികളിൽ, അവരുടെ മലീമസമായ ഓടക്കുഴികളിലൊക്കെ ഈ ശബ്ദം മുഴങ്ങുകയാണ്, പ്രകമ്പനം കൊള്ളുകയാണ്, അവർ ഭയക്കുകയാണ്. ഇടിവെട്ടുമ്പോൾ പാമ്പുകൾ ഭയപ്പെടും, മാളങ്ങളിലേക്ക് കയറും. കാരണം ഇടിമുഴങ്ങുമ്പോൾ മയിലുകൾ നൃത്തമാടാൻ തുടങ്ങും. ഇടിമുഴങ്ങുമ്പോൾ മയിലുകൾക്ക് സന്തോഷമാണ്. മഴയുടനെ പെയ്യും. മഴയെ വരവേൽക്കാൻ മയിലുകൾ നൃത്തമാടും. നൃത്തമാടുന്ന മയിലുകളുടെ മുമ്പിൽ ചെന്ന് പെട്ടാൽ പാമ്പിന്റെ കഥ കഴിയും. പാമ്പുകൾ മാളങ്ങൾ തേടുന്ന പരക്കം പാച്ചിലുകളാണ് നമ്മൾ കാണുന്നത്. ഗ്ലോറിയസ് മഴയിൽ പെന്തക്കോസ്ത് നീലക്കുറുക്കന്മാരുടെ നിറമൊക്കെ നഷ്ടപ്പെട്ടു. നായായും നരിയായും നരസിംഹമായും ഒക്കെ വേഷം കെട്ടിയിരുന്ന പെന്തക്കോസ്തുകാർ വെറും കുറുക്കന്മാർ മാത്രമാണെന്ന് ജനം തിരിച്ചറിഞ്ഞു. വിശ്വാസത്തിന്റെ പരിശോധന വിലയേറിയതാണ്. ആക്ഷേപങ്ങൾ, നിന്ദകൾ, ഭീഷണികൾ, താക്കീതുകൾ, പരിഹാസങ്ങൾ വിലയേറിയതായി കരുതും. എന്നെ മാത്രമല്ല, എന്നോട് സഹകരിക്കുന്നത് പെന്തക്കോസ്തരായ ആളുകൾ, തികഞ്ഞ പെന്തക്കോസ്തുകാർ, അവരെ ആക്ഷേപിക്കുന്നുണ്ട്. കുടുംബത്തെ ഡൈനോ ഇട്ടി എന്ന് പറഞ്ഞ് ഈ അമേരിക്കയിൽ താമസിക്കുന്നത് TPM വിശ്വാസിയാണ്.
അദ്ദേഹത്തിന്റെ ഗ്രൂപ്പിൽ ഞാൻ ചെന്നപ്പോ എന്നെ സംസാരിക്കാൻ അനുവദിച്ചു എന്ന് പറഞ്ഞാണ്. അത്രയ്ക്ക് വലിയ ഫത്വയാണ് ഇവർ പുറപ്പെട്ടാക്കുന്നത്. എന്നിട്ടാണ് ഇവർ മുസ്ലിങ്ങൾക്കെതിരെ പോകുന്നത്. വ്യക്തി സ്വാതന്ത്ര്യത്തെ നിക്ഷേപിക്കുക, സ്ത്രീകളെ അധിക്ഷേപിക്കുക. അപ്പൊ ഇതൊക്കെയാണ് ഇവരുടെ കാര്യങ്ങൾ. പക്ഷേ വിശ്വാസത്തിന്റെ പരിശോധന വിലയേറിയതാണ്. പരിശുദ്ധ സഭയുടെ പിതാക്കന്മാർ അനുഭവിച്ച മാനസിക സമ്മർദ്ദത്തിന്റെയും പീഡനത്തിന്റെയും ആക്ഷേപങ്ങളുടെയും നിന്ദകളുടെയും പരിഹാസങ്ങളുടെയും അതിനകത്ത് ആ നിരയിൽ വന്നിട്ടുള്ള പിതാക്കന്മാരിൽ ഏറ്റവും കുറവ് പീഡനം അനുഭവിച്ച വ്യക്തി അനുഭവിച്ചതിന്റെ 1,00,000 പോലും വരില്ല പെന്തക്കോസ്തുകാരുടെ ആക്ഷേപങ്ങളും നിന്ദകളും. കാരണം ഇതാണ് സത്യസഭ. നിങ്ങളുടേത് പണമുണ്ടാക്കുന്ന ഒരു ക്ലബ്ബ് മാത്രമാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ദൈവം ആരാണെന്ന് അറിയില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ഉപദേശം എന്താണെന്നും അറിയില്ല. ദൈവത്തെയും അറിയില്ല, സ്വന്തം ഉപദേശവും അറിയില്ല. അങ്ങനെ ഒരു ക്ലബ്ബ് മാത്രമാണ് പെന്തക്കോസ്തുകാർ എന്ന് മനസ്സിലാക്കുക. ഞങ്ങളെ സംബന്ധിച്ച് പരിശുദ്ധ പത്രോസ്ലീഹ രേഖപ്പെടുത്തിയിരിക്കുന്നു, വിശ്വാസത്തിന്റെ പരിശോധന വിലയേറിയത്. പരിശുദ്ധ പത്രോസ്ലീഹായാൽ സ്ഥാപിക്കപ്പെട്ട അന്ത്യോക്യ സിംഹാസനത്തിന് കീഴിലാണ് പരിശുദ്ധ സുറിയാനി സഭ നിലനിൽക്കുന്നത്. ആ സുറിയാനി സഭയുടെ വിശ്വാസം, ഉപദേശം, ദൈവശാസ്ത്രം, ലോകവീക്ഷണം ഇതൊക്കെയാണ് ഞങ്ങൾ പറയുന്നത്. ദൈവസ്നേഹത്തിന്റെ ദർശനമാണത്. അത് പറയുമ്പോൾ ഹൈലി ഹെററ്റിക്കായ പെന്തക്കോസ്റ്റൽ ഗ്രൂപ്പുകാർക്ക് ഹാലിളകുക സ്വാഭാവികമാണ്. അതിന്റെ നിലവിളി ശബ്ദമാണ് ഈ കേൾക്കുന്നത്. അതിന്റെ നിലവിളി ശബ്ദം. ഇപ്പൊ ഇവര് വിളിക്കുകയാണ്, അയ്യോ ഓടിവായോ, ഓർത്തഡോക്സിലെ അച്ഛന്മാർ ഓടി വരണമേ, ഞങ്ങളെ രക്ഷിക്കണമേ. എന്തിനാണ് നിങ്ങളെ രക്ഷിക്കുന്നത്? കഴിഞ്ഞ 100 വർഷമായി നിങ്ങൾ കേരളത്തിന്റെ തെരുവീതികൾ തോറും നിന്ന് പരിശുദ്ധ സഭയുടെ ഉപദേശത്തെ, വിശ്വാസത്തെ, ആചാരങ്ങളെ, അനുഷ്ഠാനങ്ങളെ ആക്ഷേപിച്ചു, പരിഹസിച്ചു, നിന്ദിച്ചു, വെല്ലുവിളിച്ചു. പക്ഷെ ഇപ്പോ നിങ്ങളുടെ വിശ്വാസത്തെ കുറിച്ച് ഒരു ചോദ്യം വരുമ്പോൾ നിങ്ങൾ ഉത്തരമില്ലാതെ മറയുവാൻ ഇടം തേടി ഓടുന്നു. ഒറ്റ കാര്യമേ ഞാൻ പറയുന്നുള്ളൂ, ആനക്കെറിഞ്ഞിട്ട് വാഴയ്ക്ക് മറയുക അത്ര എളുപ്പമുള്ള കാര്യമല്ല. നിങ്ങളിപ്പോൾ ശ്രമിക്കുന്നതിനാണ്. കഴിഞ്ഞ 100 വർഷമായി ഇവിടുത്തെ സുറിയാനി സഭയുടെ വീടുകളിൽ കയറി അവരുടെ വിശ്വാസത്തെ വെല്ലുവിളിച്ച് പരിഹസിച്ചു. അനേകരെ അവിടെ നിന്ന് വഞ്ചിച്ചു, അവിടെ നിന്ന് ചാടിച്ചു. അനേക കുടുംബങ്ങളെ തകർത്തു, ഭിന്നിപ്പിച്ചു, ഇടവകകളെ ക്ഷയിപ്പിച്ചു, ദുർബലമാക്കി. എന്നിട്ട് ഇപ്പോൾ നിന്ന് പറയുകയാണ്, നമ്മൾ സമാധാനത്തിൽ പോകണം, നമ്മളൊക്കെ ഒന്നല്ലേ, നിങ്ങളൊക്കെ ഒന്നല്ല, യു ഡോണ്ട് ബിലോങ് ടു ക്രിസ്ത്യൻസ്. പെന്തക്കോസ്തുകാർ ക്രിസ്ത്യാനികളല്ല, അല്ല അല്ല അല്ലേ അല്ല. ഇന്നലെ ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു, പെന്തക്കോസ്തുകാർ ക്രിസ്ത്യാനികളാണോ എന്ന് ചോദിച്ചു. അത് നിരീശ്വരവാദികൾ ഇട്ടതാണ്. 100-400 പേരവിടെ കൂടിയിരിക്കുന്നതാണ്. നാട്ടുകാർക്ക് സംശയമായി, കാരണം ഇവർ ക്രിസ്തേതരമായ ആറ്റിറ്റ്യൂഡാണ്. ഞാൻ എൻ്റെ ഒപ്പീനിയന് പറഞ്ഞ പെന്തക്കോസ്തുകാർ ക്രിസ്ത്യാനികളല്ല. അതിന് 21 കാരണങ്ങൾ ഞാൻ സാധാരണ പറയാറുണ്ട്. 2-3 ഇപ്പൊ പറയാം. ഇത് കാരണം ഇന്നത്തെ വിഷയം അതല്ലാത്ത. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പെന്തക്കോസ്തുകാർ ക്രിസ്ത്യാനികളല്ല. കാരണം വാഴ്ത്തപ്പെട്ട കർത്താവ് ഈശോ മിശിഹ പഠിപ്പിച്ച ഒരു പ്രാർത്ഥനയുണ്ട്. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുഹിതം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അല്ലെ? ആ ഒരു ബ്യൂട്ടിഫുൾ പ്രേയർ എല്ലാ ക്രിസ്ത്യാനികളും ഉരുവിടുന്നതാണ്. എല്ലാ ക്രിസ്തീയ സഭകളും അത് ഉരുവിടുന്നതാണ്. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു തമ്പുരാന്റെ അധരങ്ങളിൽ നിന്ന് ആ പ്രാർത്ഥന ഉതിർന്നു വീണപ്പോൾ അത് പരിശുദ്ധ സ്ലീഹന്മാരുടെ കാതുകളിലേക്ക് വീണു. അവരത് ഉരുവിടുവാൻ തുടങ്ങി. അങ്ങനെ അധരങ്ങളിൽ നിന്ന് കാതുകളിലേക്കും, കാതുകളിലൂടെ വീണ്ടും അധരങ്ങളിലേക്കും, അങ്ങനെ ഹൃദയങ്ങളിലൂടെ, മനസ്സുകളിലൂടെ, ഇങ്ങനെ തലമുറകളിലൂടെ സഞ്ചരിച്ച് ഇന്നും യേശു തമ്പുരാൻ ചൊല്ലിയ അതേ ഭാഷയിൽ ആ പ്രാർത്ഥന ചൊല്ലുന്ന ഒരു പരിശുദ്ധ സഭ ഇപ്പൊ കേരളത്തിലുണ്ട്. ആബുവിന്റെ ഭസ്മായോ എന്ന് പറഞ്ഞ ആ പ്രാർത്ഥന അവർ ചൊല്ലുകയാണ്. അപ്പൊ ആ ഒരു കൂട്ടായ്മ അവിടെ നിലനിൽക്കുന്നുണ്ട്, ആ ഒരു പാരമ്പര്യം അവിടെ നിലനിൽക്കുന്നുണ്ട്, ആ ഒരു പൈതൃകം അവിടെ നിലനിൽക്കുന്നുണ്ട്. അപ്പൊ ലോകത്തുള്ള എല്ലാ ക്രിസ്തീയ സഭകളും ആ പ്രാർത്ഥന ചൊല്ലുന്നുണ്ട്. അപ്പൊ സ്വർഗസ്ഥനായ പിതാവ് എന്ന പ്രാർത്ഥന ചൊല്ലാത്ത ഒരു കൂട്ടര് ക്രിസ്ത്യാനികളാണെന്ന് അവകാശപ്പെട്ട് ഇപ്പോ ക്ലബ് ഹൗസിൽ രംഗപ്രവേശം ചെയ്തിട്ടുണ്ട്. മനസ്സിലായോ? അവര് സ്വയം അവകാശപ്പെടുക, നമ്മൾ ക്രിസ്ത്യാനികൾ. നിങ്ങൾ എത്ര ഉറക്കെ നിങ്ങൾ ക്രിസ്ത്യാനികളാണെന്ന് പറഞ്ഞാലും നാട്ടുകാർക്ക് മനസ്സിലാകും ഇത് ക്രിസ്ത്യാനി അല്ല എന്ന്.
ഉമ്മിക്കരി ഇട്ട് വെച്ചിരിക്കുന്ന പാത്രത്തിന്റെ മുകളിൽ നിങ്ങൾ പഞ്ചസാര എന്ന് സ്റ്റിക്കർ ഇട്ടിട്ട് കാര്യമുണ്ടോ? അതുപോലെയുള്ള ബെന്തക്കോസ്തുകാർ ക്രിസ്ത്യാനികളാണ്, ഞങ്ങൾ ക്രിസ്ത്യാനികളാണ്, നിങ്ങൾ ക്രിസ്ത്യാനികൾ. യേശു ക്രിസ്തു പഠിപ്പിച്ച പ്രാർത്ഥന ലോകത്തുള്ള എല്ലാ ക്രിസ്തീയ വിഭാഗങ്ങളും ചൊല്ലുന്നു. അത് ചൊല്ലത്തില്ല ഇവര്. രണ്ടാമത്, പരിശുദ്ധ പിതാക്കന്മാർ ചേർന്ന അവിഭക്ത സഭയുടെ സമ്മേളനമാണ് നിക്കിയ സുന്നോദോസ്. ചർച്ച് അൺഡിവൈഡറാണ്. ഏകശിലാരൂപമായി സഭ നിൽക്കുമ്പോൾ സഭയുടെ സൂനകദോസ് നീക്കിയ സുന്നോദോസിലെ വിശ്വാസ പ്രമാണമാണ്. സർവശക്തിയുള്ള പിതാവായ ആകാശത്തിന്റെ ഭൂമിയിലും കാണപ്പെടുന്നതും കാണപ്പെടാത്തതുമായ സകലത്തിന്റെ സൃഷ്ടാവായ സത്യ ഏക ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രന് സർവ്വലോകങ്ങൾക്ക് മുമ്പ്. അങ്ങനെ ആ നിക്കിയ വിശ്വാസ പ്രമാണം ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്നു, ഏറ്റുപറയുന്നു, അത് അവരുടെ പ്രാർത്ഥനകളിൽ ഉരുവിടുന്നു, ആവർത്തിക്കുന്നു. അതാണ് ക്രിസ്ത്യാനികൾ. ഇത് പെന്തക്കോസ്തുകാർ ചെയ്യാറില്ല, ചെയ്യുന്നില്ല. അപ്പൊ പെന്തക്കോസ്തുകാർ ഒരിക്കലും ക്രിസ്ത്യാനികളല്ല. രണ്ട് കാരണം ഞാൻ പറഞ്ഞു. ഒന്ന്, യേശുക്രിസ്തു പഠിപ്പിച്ച ആ പ്രാർത്ഥന അവർ ചൊല്ലുന്നില്ല, അതുമായിട്ട് അവർക്ക് ബന്ധമില്ല. രണ്ട്, സഭയുടെ അവിഭക്ത സഭയുടെ വിശ്വാസ പ്രമാണമാണ് നീക്കിയ വിശ്വാസ പ്രമാണം. അത് ഇവർ അംഗീകരിക്കുന്നില്ല. അവർ ക്രിസ്ത്യാനികളല്ല. ഇത് ഇവരോർത്ത് ചുമ്മാ ഞങ്ങൾ ക്രിസ്ത്യാനികളാന്ന് പറഞ്ഞാൽ ഉടൻ ക്രിസ്ത്യാനികളാകുന്നു. ക്രിസ്ത്യാനികളാണെങ്കിൽ മാനദണ്ഡമുണ്ട്, യോഗ്യതകളുണ്ട്, ലക്ഷണമുണ്ട്. മൂന്നാമത് പറഞ്ഞാൽ ക്രൈസ്തവരുടെ ദൈവം പിതൃസുത പരിശുദ്ധാത്മാവായ ത്രിയേക ദൈവമാണ് ക്രൈസ്തവരുടെ ദൈവം. ഈ ക്രൈസ്തവരുടെ ദൈവത്തെ അല്ല പെന്തക്കോസ്തുകാർ ആരാധിക്കുന്നത്. അങ്ങനെ ഒരു ദൈവമേ അവർക്കില്ല. മറിച്ച് ഇസ്രായേലിന്റെ ഗോത്രദൈവമായ യഹോവയാണ് അവരുടെ ദൈവമെന്ന് അവർ പറയും. പിതൃസുത പരിശുദ്ധാത്മാവായ ത്രിയേക ദൈവത്തെ അവർ എന്ത് ചെയ്യുന്നില്ല, അവർ ആരാധിക്കുന്നില്ല. യഹോവയാണ് ഞങ്ങളുടെ ദൈവം എന്ന് അവർ പറയും. എന്നാൽ യഹോവയെ നിങ്ങൾ ആരാധിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അതില്ല. അതെന്താ നിങ്ങളുടെ ദൈവത്തെ നിങ്ങൾ ആരാധിക്കാത്ത? ലോകത്ത് ആരെങ്കിലും ഉണ്ടോ തങ്ങളുടെ ദൈവത്തെ ആരാധിക്കാത്ത? മനസ്സിലായ എന്റെ വൈചിത്ര്യം? അപ്പൊ അവരെന്ത് ചെയ്യും? ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മാനാഥൻ യേശുവിനെ ആരാധിക്കുന്നേ. ഇവർ ആരാധിക്കുന്ന ആത്മനാഥനായ യേശുവിനെയാണ്. ആ യേശു ആരാണ്? ആ യേശു തന്നെയാണോ യഹോവ? ഇനിയിപ്പോ പേര് വല്ലതും മാറ്റിയതാണോ എന്ന് ചോദിക്കുമ്പോൾ അവർ പറയല്ല. അപ്പൊ അല്ലേ എന്ന് 5 മിനിറ്റ് കഴിഞ്ഞ് ചോദിക്കുമ്പോൾ അവർ തിരിച്ചു വരുമ്പോൾ പറയും യഹോവ തന്നെയാണ് യേശു. അപ്പൊ ഉറപ്പിക്കാവോ യഹോവ തന്നെയാണോ യേശു എന്ന് ചോദിക്കുമ്പോൾ അവർ പറയും അല്ല. അപ്പൊ യഹോവ തന്നെയാണ് യേശു എന്ന് നമ്മളോട് പറഞ്ഞിട്ട് അങ്ങോട്ട് പോകുമ്പം അപ്പുറത്ത് ചെല്ലുന്ന വളവിന് മുസ്ലിങ്ങൾ ഇരുന്ന് ചോദിക്കും യഹോവ തന്നെയാണോ യേശു? അപ്പൊ അവർ പറയും അല്ല. ഇപ്പുറത്തൂടെ വരുമ്പം നാസ്തികർ വിളിച്ചിട്ട് ചോദിക്കും യഹോവയാണോ നിങ്ങളുടെ യേശു? അന്നേരം അവർ പറയും അല്ലേ അല്ല, തെളിവുകൾ നമ്മുടെ കയ്യിലുണ്ട്. ഇത്രയധികം ആശയപ്രതിസന്ധിയുള്ള, സ്വന്തം ദൈവമാരാണെന്ന് പറയാൻ അറിയാത്ത ഈ പെന്തക്കോസ്തുകാർ നമ്മെ ഉപദ്രവിക്കുന്നു. സ്വാഭാവികമാണ്. ദാസിയുടെ മക്കൾക്ക് എപ്പോഴും സ്വതന്ത്രയുടെ മക്കളോട് ഒരസൂയ ഉണ്ടാവും. കാരണം അവർ ദാസ്യത്വത്തിലിരിക്കുകയാണ്, പ്രയാസത്തിലിരിക്കുകയാണ്. ദാസിയുടെ മക്കൾക്ക് സ്വതന്ത്രയുടെ മക്കളോട് തോന്നുന്ന ആ ഒരു പ്രയാസം, കാരണം ദാസിയുടെ മകൻ ജഡപ്രകാരവും സ്വതന്ത്രയുടെ മകൻ വാഗ്ദത്തത്താലും ജനിച്ചിരിക്കുന്നു. ദാസിയുടെ മകന് അല്ലെ ദാസിയുടെ മക്കൾക്ക് സ്വതന്ത്രയുടെ മക്കളോട് എല്ലായ്പ്പോഴും ഒരു വൈരാഗ്യമുണ്ട്. എന്ന് പറഞ്ഞാൽ ഇവര് നമ്മളോട് കണ്ടിന്യൂസ് ആയിട്ട് വഴക്കുണ്ടാക്കുക, പീഡിപ്പിക്കുകയാണ്, ഉപദ്രവിക്കാൻ ശ്രമിക്കുകയാണ്. അതൊന്നും അല്ല നമ്മുടെ പിതാക്കന്മാർ അനുഭവിച്ച സഹനങ്ങളുമായിട്ട്. അപ്പൊ ഏതൊരു സത്യവിശ്വാസത്തെ പ്രഘോഷിക്കുന്നുവോ ആ സത്യവിശ്വാസം നമുക്ക് മുന്നമേ പ്രഘോഷിച്ചവർ അനുഭവിച്ച കഷ്ടതകൾ, അവർ കടന്നു പോന്ന കനൽ വഴികൾ, അതിനെ നമ്മൾ പരിഗണിക്കുമ്പോൾ നമ്മൾക്ക് വരുന്ന ഒന്നും ഒട്ടും സാരമുള്ളതല്ല. ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് എണ്ണും. പൗലോസ് മുന്നോട്ട് നോക്കിയിട്ട് പറയാണ്, നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല.
ഞാൻ അങ്ങനെ പറയുന്നില്ല. നമ്മുടെ കടന്നു പോകുന്ന കനൽപാതകളിൽ പിതാക്കന്മാർ സഹിച്ച ത്യാഗങ്ങൾ, നഷ്ടങ്ങൾ, കഷ്ടങ്ങൾ, ഉപദ്രവങ്ങൾ, അതിനെ പരിഗണിക്കുമ്പോൾ ഒന്നും അനുഭവിക്കുന്നില്ല. സോ സത്യവിശ്വാസമാണ് നമ്മൾ ഘോഷിക്കുന്നത്. അതുകൊണ്ട് ഇതിൽ നിങ്ങൾ മനസ്സ് തളരരുത്. നിങ്ങൾ ഇതിനകത്തൊട്ടും വിഷമിക്കേണ്ട ആവശ്യമില്ല. കാരണം അവരെങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നുണ പറഞ്ഞുകൊണ്ടിരിക്കും, അവർ ആക്ഷേപിച്ചുകൊണ്ടിരിക്കും. പക്ഷേ ഇതാണ് സത്യസുവിശേഷം. ഗ്ലോറിയസ് ഗോസ്പലിൽ ഞങ്ങൾ സത്യസുവിശേഷം പറയുന്നു, നിങ്ങൾ പെന്തക്കോസ്തിൽ ഹെരസി പറയുന്നു. അപ്പൊ ഞാൻ 3 കാര്യം പറഞ്ഞു. ഒന്ന്, ഇവർ ക്രിസ്ത്യാനികളല്ലെന്നുള്ളതിന്. ഒന്ന്, അവര് സ്വർഗസ്ഥനായ പിതാവ് എന്ന പ്രാർത്ഥനയെ ഉരുവിടുന്നില്ല എന്ന് മാത്രമല്ല, അതിനെ പരിഹസിക്കുന്നു. 2, അവര് നിക്കിയ വിശ്വാസ പ്രമാണം ഹോൾഡ് ചെയ്യുന്നില്ല. 3, അവർ ത്രൂത്വ ദൈവം, പരിശുദ്ധ ത്രൂത്വത്തെ അംഗീകരിക്കുന്നില്ല. 4ാമത് ഒരു കാര്യം കൂടെ ഞാൻ പറയാം. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ ഈശോ മിശിഹ തന്നെ കാണിച്ചു കൊടുത്ത ആ രാത്രിയിൽ, ആ രഹസ്യങ്ങളുടെ മാളിക മുറിയിൽ അപ്പമെടുത്ത് ആരാധനായ സ്വർഗസ്ഥ പിതാവിന്റെ സന്നിധിയിലേക്ക് ഉയർത്തി സ്തോത്രം ചൊല്ലി വാഴ്ത്തി വിഭജിച്ച് തന്റെ പ്രിയ ശിഷ്യന്മാർക്ക് നൽകി. എന്നിട്ട് അവരോട് പറഞ്ഞു, വാങ്ങുക, ഭക്ഷിക്കുക, ഇത് നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു. അതുകൊണ്ട് തന്നെ അത്താഴം കഴിഞ്ഞ ശേഷം താൻ പാനപാത്രവും എടുത്തു സ്തോത്രം ചൊല്ലി തന്റെ ശിഷ്യന്മാർക്ക് പകർന്നു നൽകിക്കൊണ്ട് അവരോട് അരുളി ചെയ്തു, പാനം ചെയ്യുവീൻ, ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും ചൊരിയപ്പെടുന്ന പുതിയ ഉടമ്പടിയിൽ എന്റെ രക്തം ആകുന്നു. ഇതെല്ലാ ക്രിസ്തീയ സഭകളും യേശുക്രിസ്തുവിന്റെ ശരീരരക്തങ്ങളാണ്. പെന്തക്കോസ്തുകാർക്ക് അതില്ല. അവരൊരു 30-35 കൊല്ലം മുമ്പ് ഇതില്ലായിരുന്നു. പക്ഷെ അപ്പൊ 10-35 കൊല്ലം മുമ്പ് അവരതിന് പകരം ഒരു ഡ്യൂപ്ലിക്കേറ്റ് ഇറക്കി, കർത്തൃമേശ എന്നൊക്കെ പേരിട്ട്. പണ്ട് പെന്തക്കോസ്തുകാർക്ക് അതില്ലായിരുന്നു. അടുത്ത കാലത്ത് അവരത് തുടങ്ങിയത്. ഈ നാരങ്ങ വെള്ളവും ബണ്ണും വിതരണം ചെയ്യും എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പോസ്തോലിക കൂട്ടായ്മകളിൽ നിന്ന് ചതിച്ചു കൊണ്ടുപോകുന്ന ആളുകൾ ചോദ്യം ചെയ്താൽ അവരെ വഞ്ചിക്കുവാൻ, അവരുടെ കണ്ണിൽ പൊടിയിടുവാൻ, അവരോട് പറയാണ്, ഇതാ അത് തന്നെയാണ് ഇത് കേട്ടോ, ഇവിടെ വിശുദ്ധ കുർബാന ഇല്ലേ എന്ന് ചോദിക്കുമ്പോ, എന്നാ ഇത് വിശുദ്ധ കുർബാന അല്ല. ഇവരെന്തിനാ ഈ റൊട്ടി നാരങ്ങ വെള്ളം കഴിക്കുന്നത്? ഇവരെന്തിനാണ് ഈ റൊട്ടി നാരങ്ങ വെള്ളം കൊടുക്കുന്നത്? ഇവർ പറയുന്നത് ഓർമ്മയ്ക്കായിട്ടാണ്. അപ്പൊ ഓർമ്മക്കുറവിനുള്ള എന്തോ ഔഷധമാണെന്നാണ്. അത് ഓർമ്മക്കുറവിനുള്ളത് സന്തോഷ് ബ്രഹ്മി, ജ്യോതിഷ് ബ്രഹ്മി, അങ്ങനെയൊക്കെയുള്ള മരുന്നുണ്ട്, അത് മേടിച്ച് കഴിക്കും. അതല്ലേ ശരി? ഓർമ്മയ്ക്കും ബുദ്ധിക്കും സന്തോഷ് ബ്രഹ്മി. അപ്പൊ നിങ്ങൾക്ക് നല്ല ഓർമ്മ കിട്ടും. അല്ലെങ്കിൽ നല്ല എണ്ണ വെച്ച് കുളിക്കുക, വലിയ ചന്ദനാദി എണ്ണയോ പിണ്ടതയിലൊക്കെ വെച്ച് കുളിച്ച തല നല്ലപോലെ തണുക്കും, ദേഹത്ത് തേച്ചിട്ട് കുളിച്ച. അപ്പൊ അങ്ങനെ വല്ലതൊക്കെ ചെയ്യുക. അല്ലാതെ ഇത് എന്താ നിങ്ങൾ ഈ ഓർമ്മക്കുറവിന്റെ ബണ്ണും നാരങ്ങ വെള്ളവും കഴിക്കുന്നത്? അപ്പൊ പരിശുദ്ധ സഭയുടെ വിശുദ്ധ കുർബാന അപ്പൊ കർത്താവായ യേശു മിശിഹ ഏൽപ്പിച്ചു കൊടുത്തതും അപ്പോസ്തലന്മാർ ഏറ്റെടുത്ത് അപ്പോസ്തലിക പിതാക്കന്മാരിലൂടെ, സഭാപിതാക്കന്മാരിലൂടെ തലമുറകൾ കൈമാറി പരിശുദ്ധ സഭ ഹോൾഡ് ചെയ്യുന്ന വിശുദ്ധ കുർബാന. ഇന്നിപ്പോ കുറച്ചു മുമ്പേ ഈ നമ്മുടെ സണ്ണിച്ചായൻ വിശുദ്ധ കുർബാനയ്ക്ക് പോകുന്ന സമയത്ത് എന്നോട് പറഞ്ഞു, ഞാൻ വിശുദ്ധ കുർബാനയ്ക്ക് പോവാണ്, അതും കുർബാനയ്ക്ക് പോവാണ്. അപ്പൊ പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് അത് വരികയാണ്, അല്ലേ? എന്തൊരു ക്ഷണമാണത്! വാട്ട് ആൻ ഇൻവിറ്റേഷൻ! ഈശോ നമ്മെ ക്ഷണിക്കുകയാണ്. ആ വിശുദ്ധ കുർബാനയിൽ അനുഭവിച്ചിട്ടുള്ളവർക്ക് അറിയത്തുള്ളൂ ആ സ്നേഹവും ആ കൂട്ടായ്മയും. അത് അനുഭവിച്ചിട്ട് പിന്മാറിപ്പോയവരുണ്ട്. പെന്തക്കോസ്ത് ഗ്രൂപ്പുകളിൽ ഇരുന്ന് എന്നെ കേൾക്കുന്നുണ്ട്. ചില ആളുകൾ എന്നെ വിളിക്കാറുണ്ട്, ആ വിശുദ്ധ കുർബാന അനുഭവിച്ച സന്തോഷമൊന്നും ഇപ്പൊ ഇല്ല പാസ്റ്ററെ, പക്ഷെ ഇപ്പോഴും അവിടുന്ന് പോരാൻ പറ്റുന്നില്ല. എന്തോ ഒരു സ്നേഹമാണത്, എന്തൊരു എരിവാണത്, എന്തൊരു വാത്സല്യമാണത്, എന്തൊരു ഊഷ്മളതയാണത്! ഇത്ര ചെറുതാകാൻ എത്ര വളരേണം, ഇത്ര സ്നേഹിപ്പാൻ എന്തു വേണം, ഇത്ര ചെറുതാകാൻ എത്ര വളരേണം. സ്വർഗത്തിന്റെ മഹിമ വിട്ട്, ദൂതന്മാരുടെ സ്തുതിപ്പ് വിട്ട്, പിതാവിനോടുള്ള സമത്വം വിട്ട് ഈ താഴ്ന്ന ലോകത്തേക്ക് ഇറങ്ങി വന്ന യേശു കർത്താവ് തന്റെ ശരീര രക്തങ്ങളെ നമുക്ക് തന്നു. മഹിമ വെടിഞ്ഞു മഹിയിൽ വന്നു, മനുജരിൽ വാഴുന്നു,
നമ്മിൽ വാഴുവാൻ ഇറങ്ങി വന്ന കർത്താവ്. അപ്പൊ ആ കർത്താവ് പറഞ്ഞു, ഒരു കാര്യവും ക്രൈസ്തവർ ആചരിക്കുന്ന ഒരു കാര്യവും ഈ പെന്തക്കോസ്തുകാർക്കില്ല. 21 കാരണം ഞാൻ പറഞ്ഞു, അതിൽ 4 ഇപ്പൊ എടുത്തു പറഞ്ഞു. നമ്മുടെ വിഷയം ഇന്നത്തെ അതല്ലാത്തതുകൊണ്ട് ഞാൻ സ്കിപ്പ് ചെയ്യുകയാണ്. അപ്പൊ പെന്തക്കോസ്തുകാർ ഒരിക്കലും ക്രിസ്ത്യാനികളല്ല. അവർ വെറുതെ തെറ്റിദ്ധരിക്കരുത്. പ്രിയപ്പെട്ട പെന്തക്കോസ്തുകാരെ, നിങ്ങൾ ക്രിസ്ത്യാനികളല്ല എന്നുള്ള സത്യം മനസ്സിലാക്കുക. അപ്പൊ നമ്മുടെ വിശ്വാസത്തിന്റെ പരിശോധന വിലയേറിയതാണ്. The trial of faith is precious. രണ്ടാമതായിട്ട് വിലയേറിയ ഒന്നുണ്ട്. അത് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തുവിന്റെ രക്തമാണ്. ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം കൊണ്ടത്രേ എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്ന എന്തല്ല, പൊന്നുകൊണ്ടോ വെള്ളി കൊണ്ടോ അല്ല. നിങ്ങളുടെ വീണ്ടെടുപ്പ് വില ആർക്കും കൊടുക്കാൻ സാധിക്കില്ല. ഈ ലോകത്തിലെ മുഴുവൻ പൊന്നിനും ഈ ലോകത്തിലെ മുഴുവൻ വെള്ളിക്കും നിങ്ങളെ വീണ്ടെടുക്കാൻ കഴിയാതിരിക്കെ ഈ ലോകത്തിലെ മുഴുവൻ പൊന്നും വെള്ളിയും കൂടെ ഒരുമിച്ച് കൂട്ടി വെച്ചാൽ എന്തു വിലയുണ്ടോ, അതിനേക്കാൾ വിലയേറിയതാണ് യേശുക്രിസ്തുവിന്റെ രക്തം. പ്രഷ്യസ് ബ്ലഡ്. യേശു കർത്താവിന്റെ രക്തം വിലയേറിയ ഒന്നാണ്. എബ്രായ ലേഖനത്തിൽ പറയാണ്, നമ്മൾ വന്നിരിക്കുന്നത് എവിടേക്കാണ്? നമ്മൾ വന്നിരിക്കുന്നത് സിയോൻ പർവ്വതത്തിന്റെ അടുക്കൽ വന്നിരിക്കുന്നു. അവിടെ ആരുണ്ട്? സിയോൻ പർവ്വതത്തിന്റെ അരികിലേക്ക് വരുമ്പോ എബ്രായ ലേഖനം 12 ഒരു വിശദീകരണമാണ്. സിദ്ധന്മാരായ നീതിമാന്മാരുടെ ആത്മാക്കൾ അവിടെയുണ്ട്, ദൂതന്മാരുടെ സർവ്വസംഘം അവിടെയുണ്ട്, സ്വർഗത്തിൽ പേരെഴുതിയിരിക്കുന്ന ആദിജാതന്മാരുടെ സഭ അവിടെയുണ്ട്, വിശുദ്ധന്മാരുടെ വലിയ നിരയുണ്ട്, സിദ്ധന്മാരായ നീതിമാന്മാരുടെ ആത്മാക്കൾ അവിടെയുണ്ട്, എല്ലാവരുടെയും ദൈവമായ ന്യായാധിപതി അവിടെയുണ്ട്, പുതുനിയമത്തിന്റെ മധ്യസ്ഥനായ യേശു അവിടെയുണ്ട്. ഇങ്ങനെ ഇതെല്ലാം പറഞ്ഞിട്ട് അവിടെ ഒന്ന് ആഡ് ചെയ്ത് വെക്കുന്നുണ്ട്. എന്താണെന്നറിയാം അവിടെ ആഡ് ചെയ്യുന്നത്? അവിടെ ആഡ് ചെയ്യുകയാണ് ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന യേശുവിന്റെ പുണ്യാഹ രക്തത്തിന്റെ അടുക്കലാണ് നിങ്ങൾ വന്നിരിക്കുന്നത്. ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന യേശുവിന്റെ പുണ്യാഹ രക്തത്തിന്റെ അടുത്ത്. സോ പ്രഷ്യസ് ദ ബ്ലഡ് ഓഫ് ജീസസ്. പെന്തക്കോസ്തിക്ക് ശേഷമുള്ള ആ ഒരാഴ്ചയുണ്ട്. ഇറ്റ്സ് എ പ്രഷ്യസ് വീക്ക്. അവിടെ പരിശുദ്ധ പത്രോസ് ശ്ലീഹ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു തമ്പുരാന്റെ കല്ലറയിൽ നിന്ന് ലഭിച്ച ആ വസ്ത്രം എടുത്തുകൊണ്ട് പോന്നിരുന്നു. 100 റാത്തൽ മൂറും അകിലും സുഗന്ധക്കൂട്ടും ചേർത്ത, 100 റാത്തൽ എന്ന് പറയുമ്പോൾ ഒരു 45 കിലോയോളം സുഗന്ധദ്രവ്യങ്ങൾ, അത് കല്ലറക്കൽ ചുരുട്ടി വെച്ചിരുന്ന ആ വസ്ത്രത്തിന്റെ വലിയ കെട്ടെടുത്തുകൊണ്ടാ പോകുന്നത്. ആ സുഗന്ധക്കൂട്ട് ചേർത്താണ് ആദ്യമായി പരിശുദ്ധ സഭയുടെ മൂറോൻ തൈലം തയ്യാറാക്കുന്നത്. കണ്ടാൽ ഉഴവ് ചാലുകൾ പോലെ ഒരാളാന്ന് പോലും തിരിച്ചറിയാത്ത വിധം മുറിവേൽക്കപ്പെട്ട യേശുവിന്റെ ശരീരത്തെ പൊതിഞ്ഞിരുന്ന ആ വസ്ത്രത്തിൽ, ആ സുഗന്ധദ്രവ്യത്തിൽ തന്റെ രക്തത്തിന്റെ അംശം കലർന്നിരുന്നു. യേശു കർത്താവിന്റെ വിലയേറിയ രക്തത്തിന്റെ അംശം ഉൾക്കൊണ്ടിരുന്ന സുഗന്ധദ്രവ്യങ്ങൾ ചേർത്താണ് ആ മൂറോൻ തൈലം ഉണ്ടാക്കുന്നത്. ആ മൂറോൻ തൈലത്തിന്റെ പിന്തുടർച്ചയാണ് നമുക്കിന്ന് ലഭിക്കുന്ന മൂറോൻ അഭിഷേകം. ഇപ്പൊ സഭയുടെ മൂറോൻ തൈലത്തിലൂടെ
യേശുവിന്റെ രക്തത്തിന്റെ ഒരു സാന്നിധ്യം നിങ്ങളെ ചുറ്റിപ്പറ്റി വലയം ചെയ്ത് നിൽക്കുന്നുണ്ട്. ഉത്തമഗീതകളുടെ പുസ്തകത്തിൽ ശലോമോൻ പറയുന്നത്, ആ പ്രിയപ്പെട്ടവൻ വന്ന് വാതിലുകളിൽ മുട്ടുകയാണ്. രാത്രിയിൽ മഞ്ഞത്ത് പുറത്ത് നിൽക്കുകയാണ്. പുറത്തു നിന്നിട്ടാണ് വിളിക്കുന്നത്. പക്ഷെ അകത്ത് കട്ടിലിൽ സുഖശയനത്തിലായിരിക്കുന്ന ഈ പ്രിയപ്പെട്ടവൾക്ക് എഴുന്നേൽക്കുവാൻ കഴിയുന്നില്ല. ഒഴിവ് കഴിവുകളാണ്. പ്രിയ എഴുന്നേൽക്കുക. കിളിവാതിലിലൂടെ അവൻ നോക്കുന്നു. അഴികൾക്കിടയിലൂടെ അവൻ ഒളിഞ്ഞു നോക്കുന്നു. എന്റെ പ്രിയൻ എന്നോട് പറഞ്ഞു, എന്റെ പ്രിയ എഴുന്നേൽക്കുക, സുന്ദരി വരിക. അവിടെ പറയാണ്, എനിക്ക് എഴുന്നേൽക്കാൻ കഴിഞ്ഞില്ല. കാരണം പുറത്തെ തണുപ്പ്. അതുകൊണ്ട് ഞാൻ എഴുന്നേറ്റില്ല. അല്പം കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ കിടക്കയിലാണ്. കാലുറകൾ ഞാൻ ഊരി വെച്ചു, സോക്സ് ഒക്കെ ഊരി, ഷൂസ് ഒക്കെ മാറ്റി വെച്ചു, കംഫർട്ടബിൾ ആയിട്ട് കിടക്കുകയാണ്. എന്റെ സഹോദരി, എന്റെ കാന്തേ, നീ എന്റെ ഹൃദയത്തെ അപഹരിച്ചിരിക്കുന്നു. എന്റെ സഹോദരി, എന്റെ കാന്തേ, നിന്റെ പ്രേമം എത്ര മനോഹരമാണ്. വീഞ്ഞിനേക്കാൾ നിന്റെ പ്രേമവും സകലവിധ സുഗന്ധവർദ്ധകത്തേക്കാൾ നിന്റെ തൈലത്തിന്റെ പരിമളവും എത്ര രസകരമാണ്. ജഡമാംസിയും കുങ്കുമവും വയമ്പും ലവംഗവും സകലവിധ കുന്തിരിക്ക വൃക്ഷങ്ങളും മൂറും അഖിലവും സകല പ്രധാന സുഗന്ധവർഗവും തന്നെ. അല്പം കഴിഞ്ഞപ്പോ അവൻ ദ്വാരത്തിലൂടെ കൈ നീട്ടി. ഞാൻ ഉറങ്ങുന്നു എങ്കിലും എന്റെ ഹൃദയം ഉണർന്നിരിക്കുകയാണ്. വാതുക്കെ മുട്ടുന്ന എന്റെ പ്രിയന്റെ സ്വരം, എന്റെ പ്രിയെ, എന്റെ പ്രാവേ, എന്റെ നിഷ്കളങ്കയെ തുറക്കുക. എന്റെ ശിരസ് മഞ്ഞുകൊണ്ടും എന്റെ കുറുനിരകൾ രാത്രിയിൽ പെയ്യുന്ന തുള്ളി കൊണ്ടും നനഞ്ഞിരിക്കുന്നു. പ്രിയപ്പെട്ടവൾ എക്സ്ക്യൂസ് പറയാണ് വീണ്ടും, എന്റെ അങ്കി ഞാൻ ഊരിയിരിക്കുന്നു. കോട്ടൂരി, ഈ മഞ്ഞുകാലത്തിടുന്ന കോട്ടൂരി ഭിത്തി തൂക്കിയിരിക്കുകയാണ്. അത് വീണ്ടും ധരിക്കുന്ന എങ്ങനെ? ഞാൻ കാലുകളെ കഴുകിയിരിക്കുന്നു, കാലുറകൾ ഊരി മാറ്റി വെച്ചിരിക്കുന്നു. അവയെ മലിനമാക്കുന്ന എങ്ങനെ? എന്റെ പ്രിയൻ ദ്വാരത്തിൽ കൂടെ കൈനീട്ടി. എന്റെ ഉള്ളം അവനെ ചൊല്ലി ഉരുകിപ്പോയി. എന്റെ പ്രിയൻ ആ ദ്വാരത്തിലൂടെ കൈനീട്ടി. അന്ന് പാലസ്തീനിലെ ആ വീടുകൾക്ക് കതകിന് അരികിലായിട്ടൊരു ദ്വാരമുണ്ട്. ആ ദ്വാരത്തിലൂടെ കൈനീട്ടി വേണേ കൈ വളച്ച് അകത്തിൽ നിന്ന് ആ താഴെ എടുക്കാം. വാതിലിന് സമീപമുള്ള ദ്വാരമാണ്. ജീസസ് വിൽ നെവർ ഡു ദാറ്റ് ഫോർ യു. അവൻ വാതിൽ ദ്വാരത്തിലൂടെ കൈനീട്ടി, പക്ഷെ ഒരിക്കലും അകത്തെ തഴുത് എടുക്കത്തില്ല. അവൻ വാതുക്കൽ നിന്ന് മുട്ടുകയുള്ളൂ. ഉത്തമഗീതങ്ങളുടെ പുസ്തകങ്ങളിൽ മുട്ടുന്ന പ്രിയൻ വെളിപ്പാടിന്റെ പുസ്തകത്തിൽ നിന്ന് മുട്ടുകയാണ്. കണ്ടാലും ഞാൻ വാതുക്കൽ നിന്ന് മുട്ടുന്നു. ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ, ഇന്നും വാതുക്കൽ നിന്ന് മുട്ടത്തേ ഉള്ളൂ. ഹി വിൽ നെവർ ഡു ദാറ്റ്. പക്ഷെ അവൻ ദ്വാരത്തിലൂടെ കൈനീട്ടി. ശലോമോൻ പറയുകയാണ്, എന്റെ ഉള്ളം അവനെ ചൊല്ലി ഉരുകിപ്പോയി. എന്റെ ഉള്ളം അവനെ ചൊല്ലി ഉരുകിപ്പോയി. എന്തുകൊണ്ടാണ് അവളുടെ ഉള്ളം അവനെ ചൊല്ലി ഉരുകിപ്പോയെന്നറിയാമോ? എന്തുകൊണ്ടാണ് ഉരുകിപ്പോയെന്നറിയാമോ? ആ ദ്വാരത്തിലൂടെ നീട്ടിയ കൈകളിൽ ആണിപ്പാടുണ്ടായിരുന്നു. ആണിപ്പാട് കണ്ടപ്പോഴാണ് അവളുടെ ഉള്ളം ഉരുകിയത്. അവൾ എഴുന്നേറ്റു. എന്റെ പ്രിയന് വേണ്ടി തുറക്കേണ്ടതിന് ഞാൻ എഴുന്നേറ്റു. അവളുടെ കൈ തഴുതുപിടികളിന്മേൽ പിടിച്ചു. ആ പ്രിയൻ കുറച്ചു മുമ്പ് പിടിച്ച ആ തഴുതിൽ ചെന്ന് അവൾ തൊട്ടപ്പോൾ, എന്റെ പ്രിയന് തുറക്കേണ്ടതിന് ഞാൻ എഴുന്നേറ്റു. എന്റെ കൈ മൂറും എന്റെ വിരൽ മൂറിൻ തൈലവും തഴുതുപിടികളിന്മേൽ പൊഴിച്ചു. Blessed has gone away.
blessing is there, the fragrance of the blessing lingering around her. ആ അനുഗ്രഹത്തിന്റെ സുഗന്ധം അവളുടെ ചുറ്റും തളം കെട്ടി നിന്നു. അവൾ ആ പ്രിയനെ തേടി ആ രാത്രിയിൽ പുറത്തേക്ക് ഇറങ്ങി. നഗരത്തിൽ സഞ്ചരിക്കുന്ന കാവൽക്കാർ അവളെ കണ്ടു. ഈ രാത്രി സഞ്ചരിക്കുന്ന സ്ത്രീ അതാണ്. അവളെ പിടിച്ച് അവളുടെ മൂടുപടം വലിച്ചു കീറി. അവൾ മർദ്ദിക്കപ്പെട്ടു, ഉപദ്രവിക്കപ്പെട്ടു, മുറിവേൽപ്പിക്കപ്പെട്ടു. പക്ഷേ അവൾ ഹതാശയായില്ല, അവൾ തളർന്നു പോയില്ല. കാരണം അവളെ ആ സുഗന്ധം, ആ മൂറിൻ തൈലത്തിന്റെ സുഗന്ധം അത്രമാത്രം ഹർഷപുളകതിയാക്കി, ആവേശഭരിതയാക്കി, പ്രത്യാശ നിർഭരത അവൾ ഉളവാക്കി. ഇതാ അവൾ ആ മുറിവുകളെ, ആ കഷ്ടതകളെ സഹിക്കുന്നില്ല. കഷ്ടതയോ പട്ടിണിയോ ആപത്തോ വാളോ ഇപ്പോഴുള്ളതോ വരുവാനുള്ളതോ ഉയരത്തിലുള്ളതോ ആഴത്തിലുള്ളതിനോ ദൂതന്മാർക്കോ മരണത്തിനോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ കർത്തൃത്വങ്ങൾക്കോ സിംഹാസനങ്ങൾക്കോ ദൃശ്യമായതിനോ അദൃശ്യമായതിനോ nothing can separate us from the love of Christ through Jesus Christ. Nothing can separate us from the love of God through Jesus Christ. യേശു ക്രിസ്തുവിലെ ആ ദൈവസ്നേഹത്തിൽ നിന്ന് ഒന്നിനും എന്നെ മാറ്റുവാൻ കഴിയുകയില്ല. ഈ മൂറിൻ തൈലത്തിന്റെ സുഗന്ധം, അതിന്റെ ലഹരി, അതിന്റെ ആവേശം ഉൾക്കൊണ്ട് പൗലോസ് എഴുതുകയാണ്, nothing can separate us. ആ മൂറിൻ തൈലത്തിന്റെ സുഗന്ധം, ആ മുറിവേറ്റ കൈകാലുകളിൽ നിന്ന്, ഉടലുകളിൽ നിന്ന് വന്ന ആ രക്തത്തെ ഉൾക്കൊള്ളുന്ന, ആ രക്തത്തിന്റെ അംശം ഉൾക്കൊള്ളുന്ന ആ മൂറിൻ തൈലത്തിന്റെ സുഗന്ധം ആണ് പരിശുദ്ധ സഭ ഘോഷിക്കുന്നത്. നിൻമുറിവുകളിൽ നേറ്റേൻ മൂറോൻ മണമൻ നാഥ, നിന്നധരങ്ങളഹോ പട്ടിൻ നൂലോടൊത്തുള്ളു കാൺമാൻ വന്നോൻ എന്നെ പടർച്ചൂറ്റി ഗോകുൽത്തായി അവരെ വിട്ടോടി നിന്മാർവു തുറന്നും രക്തം വാർന്നും കണ്ടേ ഞാൻ. ഇതാ നിൻ മുറിവുകളിൽ നേറ്റ ആ മൂറോൻ മണം. നിന്റെ മുറിവുകളിൽ നിന്ന് ഏൽക്കുകയാണ് ഞാൻ ആ മൂറിന്റെ മണം. ആണ് പരിശുദ്ധ സഭ ഘോഷിക്കുന്നത്. വിശുദ്ധ കുർബാന, വിശുദ്ധ മൂറോൻ തൈലം. വാട്ട് ആൻ ഇൻവിറ്റേഷൻ, ജസ്റ്റ് ഇറസിസ്റ്റബിൾ. നിരസിക്കുവാൻ കഴിയാത്ത ആ സ്നേഹത്തിന്റെ ക്ഷണമാണ് പരിശുദ്ധ സഭ വെച്ചു നീട്ടുന്നത്. ഹെററ്റിക് കൾട്ട് ഗ്രൂപ്പുകളിൽ നിന്ന് സഭയുടെ ആ ക്ഷണം കർത്താവ് ഈശോ മിശിഹായുടെ സ്നേഹത്തിന്റെ ചൂടുമുള്ള ആ കൂട്ടായ്മയിലേക്ക്, ആ വിശുദ്ധ കുർബാനയിലേക്ക്, ആ മൂറോൻ തൈലത്തിന്റെ പരിശുദ്ധ അഭിഷേകത്തിലേക്ക് സഭ ക്ഷണിക്കുകയാണ്. ഇത് മാത്രമാണ് ഞാൻ പറയുന്നത്. ഇതിനാണ് ഞാൻ വിചാരണയിലായിരിക്കുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് വിലയേറിയ കാര്യങ്ങളെ കുറിച്ചാണ്. അപ്പൊ രണ്ട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഒന്ന്, വിശ്വാസത്തിന്റെ പരിശോധന വിലയേറിയതാണ്, യേശുക്രിസ്തുവിന്റെ രക്തം വിലയേറിയതാണ്. മൂന്നാമതായിട്ട് നമ്മൾ കാണുന്നത് പത്രോസ് അപ്പോസ്തലൻ എഴുതുകയാണ്, 2-ാം അധ്യായത്തിൽ എഴുതുകയാണ്. 2-ാം അധ്യായത്തിൽ അതിന്റെ 4-ാമത്തെ വാക്യത്തിൽ, First Peter chapter 2 verse 4, മനുഷ്യർ തള്ളിയതെങ്കിലും ദൈവസന്നിധിയിൽ ശ്രേഷ്ഠവും മാന്യവുമായ ജീവനുള്ള കല്ലായ അവന്റെ അടുക്കൽ വന്നിട്ട് നിങ്ങളും ജീവനുള്ള കല്ലുകൾ എന്ന പോലെ ആത്മീക ഗൃഹമായി തീരുവാൻ തക്കവണ്ണം ഒരുമിച്ച് പണിയപ്പെടുന്നു. സോ വിലയേറിയ ആത്മീക ജീവനുള്ള കല്ല്, ജീവനുള്ള കല്ല്, സോ പ്രഷ്യസ്.
ജീവനുള്ള കല്ലുകൾ. ആരാണ് ഈ ജീവനുള്ള കല്ലുകൾ? ദൈവത്തിന്റെ ഛായയിലും സാദൃശ്യത്തിലും സ്വരൂപത്തിലുമൊക്കെ സൃഷ്ടിക്കപ്പെട്ട നിങ്ങൾ. യേശുതമ്പുരാനെ പരീക്ഷിക്കുവാൻ ഒരു നാണയം എടുത്ത് കാണിച്ചു. അല്ല, യേശുതമ്പുരാനെ പരീക്ഷിക്കാൻ ചോദിച്ചു, സീസർക്ക് കപ്പം കൊടുക്കണം, കരം കൊടുക്കണമോ? അപ്പൊ യേശു പറയാണ്, സീസർക്ക് കരം കൊടുക്കണ്ട എന്ന് പറഞ്ഞാൽ റോമിനെതിര് പറഞ്ഞു. സാക്ഷികളെ കൊണ്ട് പറയാം, റോമിന്റെ നികുതി സമ്പ്രദായത്തെ കർത്താവ് വിമർശിച്ചു. അപ്പൊ റോമാക്കാരെ കൊണ്ട് കർത്താവിനെ പീഡിപ്പിക്കാം. ഇപ്പൊ പെന്തക്കോസ്തുകാർ ഓരോന്ന് എന്റെ വായിന്ന് കിട്ടുമോന്ന് അറിയാൻ വേണ്ടി റെക്കോർഡ് ചെയ്തിട്ടിരിക്കും. എങ്ങനെയാലും ഇത് അതങ്ങനെ പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞു, ഇത് കേട്ടില്ലേ, അത് കേട്ടില്ലേ, ഒക്കെ കേട്ടടേ, കേട്ടു. അപ്പൊ യേശു കർത്താവ്, നമ്മളൊക്കെ എന്ത് ചെയ്യും? ഇവമാരുടെ വല വീഴും, എന്തായാലും വന്ന് ചോദിക്കും, നമ്മൾ പറയും. പക്ഷെ കർത്താവ് നമ്മളെ പോലെയല്ല, ജ്ഞാനസമ്പൂർണ്ണൻ. അപ്പൊ കർത്താവിനോട് എന്ന് ചോദിച്ചു, നികുതി കൊടുക്കണം. കർത്താവ് പറഞ്ഞു, ബ്രിങ് എ കോയിൻ. നാണയം കാണിച്ചു. ഇതിലുള്ള സ്വരൂപവും മേലെഴുത്തുമാരുടേതാണ്, സീസറുടേത്. നാണയം തിരിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, സീസർക്കുള്ളത് സീസർക്ക്, ദൈവത്തിനുള്ളത് ദൈവത്തിന്. അപ്പൊ ദൈവത്തിന്റെ സ്വരൂപവും മേലെഴുത്തുമാരിലാണ്, നാണയത്തിലല്ല, നിന്നിലാണ്. നീ ദൈവത്തിന്റെ സ്വരൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ടു. അപ്പൊ അതുകൊണ്ടാണ് നീ പാസ്റ്റർക്ക് ദശാംശം കൊണ്ട് കൊടുത്തിട്ടോ, പ്രവാചകന് കൈമടക്ക് കൊടുത്തിട്ടോ, ഉപദേശിക്ക് സ്തോത്രാഴ്ച കൊടുത്തിട്ടോ, അത് നല്ല കാര്യം. നിന്നെയാണ് ദൈവത്തിന് വേണ്ടത്. അതുകൊണ്ടാണ് പിതാക്കന്മാരിങ്ങനെ പാടുന്നത്, ആത്മശരീര മനസ്സുകളാം എന്നുടെ തിരുമുൽ കാഴ്ചകളെ താതസുതാശ്വാസപ്രദനേ അൻപോടു കൈക്കൊണ്ടിടണമേ. ആത്മശരീര മനസ്സുകളാകുന്ന ഈ കാഴ്ചയെ താതസുത ആശ്വാസപ്രദൻ, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് ആകുന്ന ദൈവമേ നീ സ്വീകരിക്കണമേ. അവിടെ ട്രിനിറ്റിയിലാണ് സമർപ്പിക്കുന്നത്. ഇപ്പൊ നമ്മൾ സുറിയാനി സഭയുടെ ട്രിനിറ്റേറിയൻ അണ്ടർസ്റ്റാൻഡിങ് എത്ര സുദൃഢമാണ്, എത്ര ആഴത്തിൽ പതിഞ്ഞിരിക്കുന്നതാണ് നിങ്ങൾ മനസ്സിലാക്കുക. സുറിയാനി സഭയുടെ ലിറ്റർജിയിൽ ഏത് ഭാഗം മുറിച്ചാലും നിങ്ങൾക്ക് അവിടെ ട്രിനിറ്റിയെ കാണാം. പെന്തക്കോസുകാരുടെ ആരാധന മുഴുവൻ അരിച്ചു പെറുക്കിയാലും നിങ്ങൾക്ക് ട്രിനിറ്റി കാണത്തില്ല. കാരണം ദേ ആർ നോട്ട് ട്രിനിറ്റേറിയൻസ്. അവർ വ്യാജന്മാരാണ്, കള്ളന്മാരാണ്. അപ്പൊ ഇവിടെ സീസർക്കുള്ളത് സീസർക്ക്, ദൈവത്തിനുള്ളത് ദൈവത്തിന്. അപ്പോഴാണ് അവിടെ പ്രതിവാക്യം പാടുന്നത്, എന്നെ തന്നെ സന്നിധിയിൽ കാഴ്ചയണപ്പാനും നാഥ, എന്നെ നിനക്കു സുഗന്ധമതായി അർപ്പിപ്പാനും കൃപ ചെയ്യുക. അപ്പൊ എന്നെ നിനക്ക് സുഗന്ധമായി. അപ്പൊ മുമ്പേ കണ്ടോ, ആ പ്രാണപ്രിയന്റെ കയ്യിൽ നിന്ന് മൂറിൻ തൈലത്തിന്റെ സുഗന്ധം അവിടെയെല്ലാം പരന്നു എന്ന് പറയുമ്പോ ആ പ്രിയപ്പെട്ടവൻ പറയുന്നുണ്ട്, പ്രിയേ നിന്റെ സുഗന്ധം എന്നെ ഹർഷപുളകിതനാക്കുന്നു. അപ്പൊ പ്രിയനെ സംബന്ധിച്ച് ഈ പ്രിയയുടെ സുഗന്ധം വളരെ ഇഷ്ടപ്പെട്ടതാണ്. നമ്മുടെ ദൈവത്തെ സംബന്ധിച്ച് പതിനായിരങ്ങളിൽ പരമസുന്ദരനായവൻ, അതിമനോഹരനായിരിക്കുന്നവൻ, ഏൻഗേദിയിലെ മൈലാഞ്ചിത്തോട്ടത്തിൽ പൂങ്കുലയായിട്ട് വിരിഞ്ഞു നിൽക്കുന്നവൻ, ആഴത്തെയും ഉയരത്തെയും നിർമ്മിച്ചവൻ, അണ്ടകടാഹങ്ങളെ സൃഷ്ടിച്ചവൻ, ആകാശത്തിന്റെ അളവിനെ കൈച്ചാണുകൊണ്ട് അളക്കുന്നവൻ, ഭൂമിയിലെ പൊടിയെ നാഴിയിൽ കൊള്ളിക്കുന്നവൻ, 7 സമുദ്രത്തിലെ വെള്ളത്തെ ഒറ്റ കൈക്കുമ്പിളി കോരിയെടുക്കുന്നവൻ, ഇടിമിന്നലുകളിൽ തന്റെ ഭുജവീര്യത്തെ പ്രകടിപ്പിക്കുന്നവൻ, പർവ്വതങ്ങളെ തുലാസുകൊണ്ടും കുന്നുകളെ വെള്ളിക്കോൽ കൊണ്ടും തൂക്കുന്നവൻ, കടൽ തിരമാലകളുടെ അഹങ്കാരത്തെ മണൽത്തരികൾ കൊണ്ട് തടഞ്ഞു നിർത്തുന്നവൻ, കെരൂബുകളിന്മേൽ അധിവസിക്കുന്നവൻ, ആ ദൈവം, പരമസുന്ദരനായ ദൈവം നിന്റെ സുഗന്ധത്തെ ഇഷ്ടപ്പെടുന്നു, നിന്നെ ഇഷ്ടപ്പെടുന്നു. ഞാൻ നിന്നെ ബഹുമാനായി കാണുന്നു, വിലയേറിയവനായി കാണുന്നു. യു ആർ സോ പ്രഷ്യസ്, ലിവിങ് സ്റ്റോൺ, വിലയേറിയത്. അതുകൊണ്ട് ഓരോ വിശ്വാസികളും വിലയേറിയതാണ്. വിശ്വാസികളൊക്കെ പോക്കോട്ടെ, ഒന്നും പ്രശ്നമൊന്നുമില്ല. ഞാൻ ഈയിടെ ഒരു 3 ഫാമിലിയെ പെന്റക്കോസ്റ്റിൽ നിന്ന് തിരിച്ചു വന്നവരെ ഒരു അപ്പോസ്തോലിക സഭയിൽ ചേർക്കാനായിട്ട് വിട്ടയച്ചു. അപ്പൊ അവിടെ ഇരിക്കുന്നവർക്കൊക്കെ ചിന്ത, ഇതൊന്നും ഒരു മനോഭാവം.
അപ്പൊ തൊട്ടപ്പുറത്ത് വേറൊരു പള്ളിയിലെ അച്ഛൻ വളരെ സന്തോഷം, എൻലൈറ്റൻഡ് ആയിട്ട്, ബട്ട് ഇത് സോ പ്രഷ്യസ്, ലിവിങ് സ്റ്റോൺസ്. ആ കാര്യത്തിൽ പെന്തക്കോസ്തുകാർക്ക് വളരെ കാര്യമായിട്ട് വിലയേറിയ ആത്മാക്കൾ എവിടെയൊക്കെയാണെന്ന് അത് പിടിക്കാൻ അവർക്ക് വലിയ കാര്യം. ആത്മാക്കളുടെ വില അവർക്ക് അറിയില്ല. ആ കാര്യത്തിൽ 100 മാർക്ക് അവർക്ക് കൊടുക്കണം. വിലയേറിയ ആത്മാക്കളെ അവർ തപ്പിപ്പിടിച്ച് ഇറങ്ങും. അതിന്റെ 2-ാം അധ്യായം അതിന്റെ 6-ാമത്തെ വാക്യത്തിൽ, ഞാൻ ശ്രേഷ്ഠവും മാന്യവുമായ മൂലക്കല്ല് സിയോനിലിടുന്നു, അവനിൽ വിശ്വസിക്കുന്നവർ ഒരിക്കലും ലജ്ജിച്ചു പോവുകയില്ല. I lay in Zion a chief cornerstone, elect and precious. The precious chief cornerstone. ആ മൂലക്കല്ല് വിലയേറിയതാണ്. So precious. ഇതാണ് ആ മൂലക്കല്ല്, നമ്മുടെ കർത്താവായ യേശുക്രിസ്തു. സകലത്തെയും പിടിച്ചു നിർത്തുന്ന, ഹോൾഡ് ചെയ്യുന്ന, ഹോൾഡ് ടുഗദർ ചെയ്യുന്ന ആ മൂലക്കല്ല്. അത് ആരുടെ മേലെങ്കിലും വീണാൽ അത് അതിനെ ധൂളിപ്പിക്കും എന്നെഴുതിയിരിക്കുന്ന ആ മൂലക്കല്ല്. വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല്. ഏറ്റവും അവസാനം പണിയെല്ലാം തീരുമ്പോ ഒരുമിച്ച് ചേർത്ത് സകലത്തെയും പിടിക്കുന്ന, ഹോൾഡ് ടുഗദർ ചെയ്യുന്ന, സകലത്തെയും ഹോൾഡ് ടുഗദർ ചെയ്യുന്ന യേശു തമ്പുരാൻ. സോ പ്രഷ്യസ്. യേശു കർത്താവ് നമ്മെ സംബന്ധിച്ച് വളരെ വിലയേറിയതാണ്. കർത്താവ് നമ്മെ സംബന്ധിച്ച് വിലയേറിയതാണ്. അടുത്തായി ഇവിടെ പറയുന്നത്, പത്രോസ് ശ്ലീഹ പറയുകയാണ്, നിങ്ങളുടെ വിശ്വാസം വിലയേറിയത്. സത്യവിശ്വാസം വിലയേറിയതാണ്. പലരും അതിനെ ത്യജിച്ചു കളയുന്നു. സെക്കൻഡ് പീറ്റർ ചാപ്റ്റർ 1 പറയാണ്, 1:1, യേശുക്രിസ്തുവിന്റെ ദാസനും അപ്പോസ്തലനുമായ ശീമോൻ പത്രോസ്, നമ്മുടെ ദൈവത്തിന്റെയും രക്ഷിതാവായ യേശുക്രിസ്തുവിന്റെയും നീതിയാൽ ഞങ്ങൾക്ക് ലഭിച്ചതുപോലെ അതേ വിലയേറിയ വിശ്വാസം ലഭിച്ചവർക്ക് എഴുതുന്നു. ഇറ്റ് ഈസ് റിട്ടൺ ഫോർ ദോസ് ഹു റിസീവ് ദ പ്രഷ്യസ് ഫെയ്ത്ത്. നമ്മുടെ വിശ്വാസം വിലയേറിയ വിശ്വാസമാണ്. മറ്റേ വിശ്വാസം റെഗുലർ, കോമൺ, ഓർഡിനറി. ഫെയ്ത്ത് ഈസ് സോ പ്രഷ്യസ്. സത്യവിശ്വാസത്തെ ലഭിച്ചിട്ടുള്ള, സത്യവിശ്വാസത്തെ മുറുകെ പിടിക്കാൻ അവസരം അല്ലെങ്കിൽ ഭാഗ്യം അല്ലെങ്കിൽ അനുഗ്രഹം ലഭിച്ചിട്ടുള്ളവർ മനസ്സിലാക്കുക, ദാറ്റ് ഈസ് സോ പ്രഷ്യസ്. സത്യവിശ്വാസത്തെ നഷ്ടപ്പെടുത്തിയവർ മനസ്സിലാക്കുക, യു ഹാവ് ലോസ്റ്റ് സംതിങ് പ്രഷ്യസ്, സോ പ്രഷ്യസ്. ഇപ്പൊ നമ്മൾ എന്താ പിടിച്ചിരിക്കുന്നേ? നമ്മൾ രത്നക്കല്ലുകൾ കൊടുത്തിട്ട് നിറമുള്ള കുപ്പിച്ചില്ലുകൾ. ഈ ആഫ്രിക്കയിൽ ആദ്യം ചെന്ന വെള്ളക്കാര്, അവിടുത്തെ തദ്ദേശവാസികൾ കഴുത്തിൽ ഇങ്ങനെ കെട്ടിത്തൂക്കിയിട്ടിരിക്കുന്നത് വിലയേറിയ ക്യാരറ്റ് കൂടിയ രത്നങ്ങളാണെന്ന് മനസ്സിലാക്കി. പക്ഷെ അത് പോളിഷ്ഡ് അല്ല. രത്നങ്ങൾ പോളിഷ് ചെയ്തെടുക്കുമ്പോഴാണ്. ബുദ്ധിശാലികളായ വെള്ളക്കാരെത്തി നിങ്ങൾക്കറിയാമോ? നല്ല പോളിഷ് ചെയ്തിട്ടുള്ള കുപ്പിച്ചില്ലുകൾ. കുപ്പിച്ചില്ലെന്ന് പറഞ്ഞാൽ കൈമുറിയുന്ന കുപ്പിച്ചില്ലല്ല, ഗ്ലാസ് കൊണ്ടുള്ള ഇമിറ്റേഷൻ വജ്രങ്ങളുണ്ട്, അനുകരണങ്ങളാണത്. ദേ ആർ നോട്ട് ഒറിജിനൽ. പല കളറിൽ വർണ്ണഖചിതമായ സ്ഫടിക കഷണങ്ങൾ ഇംഗ്ലണ്ടിൽ നിന്ന് കൊണ്ടുപോയി പ്രലോഭിപ്പിച്ചു. ഈ പാവപ്പെട്ട ആഫ്രിക്കക്കാരെ കാണിച്ചു. അവരുടെ കഴുത്താൽ അവർ തൂക്കിയിരിക്കുന്ന ആഫ്രിക്കയിലെ ഒറിജിനൽ രത്നമാണ്. പക്ഷെ അത് പോളിഷ്ഡ് അല്ല, അത് കട്ട് ചെയ്തിട്ടില്ല, ഷേപ്പ് ആക്കിയിട്ടൊന്നുമില്ല. അതുകൊണ്ട് അവർക്ക് അതിന്റെ ഭംഗി ഒറ്റ നോട്ടത്തിൽ കിട്ടുന്നില്ല. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഭംഗി കുറവാ, പക്ഷെ മൂല്യം കൂടുതലാണ്. ഇവര് കൊടുക്കുന്ന, പകരം കൊടുക്കുന്ന ഈ കുപ്പിച്ചില്ല് 1,00,000 കുപ്പിച്ചില്ല് വെച്ചാലും അവരുടെ കയ്യിൽ നിന്ന് മേടിക്കുന്ന ഒരു രത്നത്തിന്റെ വില ആവത്തില്ല. നിങ്ങൾക്കറിയാലോ, ഒരു രത്നം വില വിറ്റാല് ഈ സ്ഫടിക കഷ്ണം എത്ര വേണമെങ്കിലും മേടിക്കും. പക്ഷെ അവിടെയുള്ളവർ ഇവർ കൊടുത്ത ഈ നിറമുള്ള കുപ്പിച്ചില്ലുകൾ വാങ്ങി കഴുത്തിൽ തൂക്കി. അവർ പരസ്പരം നോക്കി പുഞ്ചിരിച്ചു. അഭിമാനപൂർവം അവർ പരസ്പരം അഭിനന്ദിച്ചു. അവർ നടത്തിയ ബുദ്ധിപരമായ വ്യാപാരത്തെ ഓർത്ത് അവർ തലമുറകളായി സന്തോഷിക്കാൻ കഴിയുമെന്ന് അവർ ആശ്വസിച്ചു.
അതാണ് ഈ പെന്തക്കോസ്ത് മരപ്പൊട്ടന്മാർ ഓരോരുത്തർക്കും കൃപയാൽ ഞാൻ രക്ഷിക്കപ്പെട്ടു, സാമുദായിക ബന്ധനത്തിൽ നിന്ന് വിടുവിക്കപ്പെട്ടു, കർത്താവേ ദൈവമക്കളുടെ കൂട്ടായ്മയിൽ എത്തപ്പെട്ടു, ഞാൻ ലഭിച്ചിരുന്ന നല്ല രത്നങ്ങൾ കൊടുത്തിട്ട് ഈ സായിപ്പ് കൊണ്ടുവന്ന കുപ്പി കഷ്ണങ്ങളൊക്കെ മേടിച്ച് നെഞ്ചത്ത് തൂക്കിയിരിക്കും. ആഫ്രിക്കക്കാർക്ക് പറ്റിയ പറ്റാണ്. അതിൽ നിന്നൊട്ടും വ്യത്യസ്തമല്ല. സോ പ്രഷ്യസ്, അവർ ഫെയ്ത്ത് ഈസ് സോ പ്രഷ്യസ്. പരിശുദ്ധ സഭയുടെ വിശ്വാസം വിലയേറിയതാണ്. ആ വിലയേറിയ വിശ്വാസത്തെ കൈമോശം വന്നു പോയിട്ടുള്ളവർക്ക് അത് തിരികെ എടുക്കുവാൻ, സ്വീകരിക്കുവാനുള്ള ഒരവസരമാണ് ഗ്ലോറിയസ് ഗോസ്പൽ ഒരുക്കുന്നത്. ഇത് നിമിത്തമാണ് ഞാൻ ഉപദ്രവിക്കപ്പെടുന്നത്, ആക്ഷേപിക്കപ്പെടുന്നത്, നിന്ദിക്കപ്പെടുന്നത്. ഇനിയും ആക്ഷേപം സഹിക്കുവാൻ, നിന്ന സഹിക്കുവാൻ, അപമാനം സഹിക്കുവാൻ, ചീത്തവിളി കേൾക്കുവാൻ ഞാൻ തയ്യാറാണ്. കാരണം ഈ മിഷൻ മുന്നോട്ട് പോകും. Caravan goes on. Let dogs bark. നായ്ക്കൾ കുരയ്ക്കട്ടെ. സാർത്ഥവാഹക സംഘം മുൻപോട്ട് ഗമിച്ചുകൊണ്ടേയിരിക്കും. നമ്മൾ വിലയേറിയ കാര്യങ്ങളെക്കുറിച്ചാണ് ചിന്തിച്ചുകൊണ്ടിരുന്നത്. ഒന്നാമത് നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന വിലയേറിയതാണ്. യേശുക്രിസ്തുവിന്റെ രക്തം വിലയേറിയതാണ്. ജീവനുള്ള കല്ലുകൾ ഓരോ മനുഷ്യ വ്യക്തിയും വിലയേറിയതാണ്. നമ്മുടെ യേശു തമ്പുരാൻ മനുഷ്യർ തള്ളിയതെങ്കിലും ദൈവസന്നിധിയിൽ ശ്രേഷ്ഠവും മാന്യവുമായ ആ പ്രധാന ശിലയായിരിക്കുന്ന യേശു കർത്താവ് നമുക്ക് വിലയേറിയതാണ്. നമ്മുടെ വിശ്വാസം വിലയേറിയതാണ്. ഒടുവിലായി നമുക്ക് വിലയേറിയതും അതിമഹത്വമായ വാഗ്ദത്തങ്ങളെ യേശു തമ്പുരാൻ തന്നിട്ടുണ്ട്. 2 പത്രോസ് 1:4 പറയുന്നു, അതിമഹത്തായ വിലയേറിയ വാഗ്ദത്തം, ദ പ്രഷ്യസ് പ്രോമിസസ്. ഈ വക കാര്യങ്ങൾ നമുക്ക് വിലയേറിയതാണ്. വിലയേറിയ വിശ്വാസത്തിന്റെ വിലയേറിയ പരിശോധന. So precious. The trial of our faith is precious. The blood of Jesus Christ is precious. Living stones are precious. Jesus Christ is so precious. Our faith is precious. And his promises are also so precious. So precious. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കർത്താവേ വാഴ്വേഗണമേ, മശിഹാ വാഴ്വരുളേടണമേ. കർത്താവേ കൃപ ചെയ്യണമേ, മശിഹാ പ്രാർത്ഥന കേട്ടരുൾക. സ്വർഗസ്ഥിതനാം ദേവേശ, രക്ഷകനാം മശിഹാനാഥ, നിർമ്മല റൂഹായാം ദേവാ, പാവനതൃത്വം കനിയണമേ. പാവന കന്യക മറിയാമേ, കന്യകമാരിൽ കന്യകയേ, ദൈവത്തെ പെറ്റോരമലേ, ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ. ദൈവത്തിനോട് കൃപയാലേ നിറവാർന്നവളാം മാതാവേ, അതിപാവനയാം മാതാവേ, ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ. എല്ലാവരിലും പതിവ്രതയാ പരമാർത്ഥ
ശാന്തതയുള്ളോരമ്മേ, ശുദ്ധിയിഴുന്നൊരു മാതാവേ. ഹലോ, പറഞ്ഞോളൂ. ഇവർക്ക് വിലയേറിയത് എന്താണെന്ന് അറിയത്തില്ല ശരിക്കും. നമുക്കറിയത്തുള്ളൂ. അതിനകത്തോട്ട് ആ ഗാഠമായിട്ട് ഇറങ്ങി ചെന്ന് കഴിഞ്ഞാല് നമുക്ക് വിലയേറിയ